ശങ്കരം ശങ്കരാചാര്യ കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം മദാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, ആരോഗ്യ ജീവിതവും ആയുർവേദവും എന്നാണ് സംഘാടകർ വിഷയം പറഞ്ഞിരിക്കുന്നത്. നമുക്കത് കുറച്ചുകൂടി പ്രാചീനമായി പോകുന്നതാണ് ഉചിതമെന്ന് സദസ്യരെ കണ്ടിട്ട് തോന്നുന്നു. നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ ഞാൻ അല്പം കൂടി ആ വിഷയത്തെ പുറകോട്ട് കൊണ്ടുപോകുവാൻ ഇഷ്ടപ്പെടുകയാണ്. കാരണം വളരെ വേദനാജനകമാകും വിധം ഒരു രാജ്യം അതിന്റെ ആരോഗ്യരംഗത്ത് സാമൂഹികമായി അധപ്പതിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ പ്രഭാഷണത്തിന് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. കേരളം ഇതര ഇന്ത്യൻ ഭൂവിഭാഗങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തവും കൂടിയാണ്. അതുകൊണ്ട് അല്പം കൂടി പുറകേക്ക് പോയിട്ട് അതിന്റെ ശീലുകൾ കണ്ടെത്തുന്നത് കൂടുതൽ ഉചിതമായിരിക്കുമെന്ന് തോന്നുകയും ചെയ്യും. ലോകത്തെ ആകമാനം നോക്കുമ്പോൾ ശാസ്ത്രം അതിന്റെ എല്ലാ ഭാവഭേദങ്ങളോടും കൂടി പുരോഗമിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളെ അഭിമുഖീകരിക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കുട്ടികളെല്ലാം വളരെ ഉന്നതങ്ങളായ കോളേജുകളിൽ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസവും നേടിയെത്തുന്നവരാണ്. ഉന്നത രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഇന്ന് കഴിക്കുന്നത്. ആഹാരവിഹാരങ്ങൾക്കെല്ലാം മാറ്റം വന്നു. പ്രാചീന സംസ്കൃതിയുടെ എല്ലാ അംശങ്ങളും ഏതാണ്ട് കളഞ്ഞു കുടിച്ചിട്ടുണ്ട്. എന്നാലും അഭിമാനം തരുന്ന ചില ആചാരങ്ങളെ കൈവിടാൻ മടിയുള്ളതുകൊണ്ടാണ് ക്ഷേത്രവും ആരാധനയുമൊക്കെ കഷ്ടിച്ചു നിലനിൽക്കുന്നത്. അവയാവശ്യമുള്ളതുകൊണ്ടാണ് എന്ന ഇത്തരുണത്തിൽ പരിഗണിക്കുന്നത് അബദ്ധമാവുമെന്ന് തന്നെയാണ് എന്റെ ധാരണയും. ആവശ്യമാണ് ഒരു ജനതയെ മുന്നോട്ട് കൊണ്ടുപോവുകയും വളർത്തുകയും ചെയ്യുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ അത്യന്തം ആധുനികമായൊരു സമൂഹത്തിൽ ജീവിക്കുകയാണ്. അവിടെ ഗവേഷണവും അതിന്റെ പന്ഥാവുകളുമെല്ലാം ടെസ്റ്റ് ട്യൂബുകളും ബ്യൂററ്റുകളും പിപ്പറ്റുകളും ഊഹനങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ടുള്ള തലത്തിലാണത്. എന്നാൽ ലോകത്ത് നൂറ്റാണ്ടുകൾക്ക് യുഗങ്ങൾക്ക് മുമ്പ് നിത്യജീവിതത്തിന്റെ അകത്തുനിന്ന് രൂപാന്തരപ്പെട്ടു വന്ന ജീവിതത്തിൽ അനുഭവപ്രധാനമായ കുറെ സത്യങ്ങൾ കണ്ടെത്തിയ രാജ്യമാണ്. ഏതെങ്കിലും ഗവേഷകന്മാർക്ക് ഉന്നത ലോകങ്ങളിൽ അവർക്ക് മാത്രം അറിയുന്നതും മറ്റുള്ളവർക്ക് പ്രയോഗിച്ച് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതുമായ സാങ്കേതികമായിരുന്നില്ല ഈ രാജ്യത്തിന്റെ ശാസ്ത്രം. അതാത് ശൈലിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആ ശൈലിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും അനുഭവിക്കുവാനും പറ്റുന്ന ഒന്നായിരുന്നു ഈ രാജ്യത്തിന്റെ ശാസ്ത്രം. ഇന്നും അതിൽ ചിലത് ചുരണ്ടിയെടുത്താണ് ഗഹനങ്ങളായ കണ്ടെത്തലുകൾ നടത്തി നിങ്ങളുടെ രാജ്യത്തിന്റെ മസ്തിഷ്കവും ധനവും വിദേശങ്ങളിൽ ചോർത്തുന്നത് എന്നത് സ്പഷ്ടവുമാണ്. കേരളം എല്ലായിടവും നോക്കിയാൽ ഇന്ന് പുനഃപ്രതിഷ്ഠകളുടെയും
ക്ഷേത്ര നവീകരണങ്ങളുടെയും കാലമാണ്. ആ നവീകരണം നടക്കുമ്പോൾ പ്രാചീനങ്ങളായ ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലുകളെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുതകിടുകൾ, അതിനകത്തിരിക്കുന്ന വിഗ്രഹം, അതിന്റെ പീഠം, ഇവയൊക്കെ എന്തു ചെയ്യുന്നുവെന്ന് നിങ്ങൾ ഭക്തജനങ്ങൾ ആലോചിക്കാറില്ല. കമ്മിറ്റിക്കാരും അധികം ആലോചിക്കുന്നുണ്ടോ എന്നറിയില്ല. ഗവൺമെന്റുകൾ തീരെ ആലോചിക്കുന്നില്ല. എന്നാൽ ഈ ചടങ്ങ് നിത്യനിരന്തരമായി നടക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. മിക്കവാറും പ്രസിദ്ധങ്ങളായ എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ നവീനങ്ങളാണ്. ഒന്നുകിൽ ശില, അതുമല്ലെങ്കിൽ പഞ്ചലോഹമെന്ന് പേരിടുന്ന ഇന്നത്തെ ഒരു ലോഹക്കൂട്ട്. ആ പേരതിന് അർഹിക്കുമോ എന്ന കാര്യം തികച്ചും സംശയാസ്പദമാണ്. ഇന്നലെ ഇരുന്നത് സപ്തലോഹമോ ശരിയായ പഞ്ചലോഹമോ നവപാഷാണമോ അഞ്ജനമോ അതിൽ സ്രോതോഞ്ജനമോ സൗവീരാഞ്ജനമോ ഒക്കെയാണ്. അവയ്ക്കെന്തു വില വരും? അതിന്റെ മൂല്യം എന്താണ്? അത് വ്യക്തിക്ക് നൽകുന്ന പ്രയോജനം എന്താണ്? സാമൂഹികതയിൽ അതിനെന്ത് ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുണ്ട്? അതിന്റെ സാന്നിധ്യങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ എന്ത് മൂല്യമുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് പ്രാചീനമാകാം എന്ന്. ഇന്ത്യയിലെ പ്രസിദ്ധങ്ങളായ എല്ലാ ക്ഷേത്രങ്ങളിലും ഇരുന്ന വിഗ്രഹങ്ങൾ ഇന്ത്യൻ ജനതയുടെ ആയുരാരോഗ്യങ്ങളിൽ വഹിച്ച പങ്ക് എന്ന വിഷയത്തെ ഞാൻ ആദ്യമായി ഒന്ന് ചെറുതായി മോഡിഫൈ ചെയ്യുക. മുമ്പ് എന്നത്തെക്കാളും ഭക്ത ജനങ്ങൾ കൂടി. പക്ഷെ നിങ്ങളുടെ ഭക്തിക്ക് ഒരു സമറ്റിക് സന്നിവേശമുണ്ടായി എന്നല്ലാതെ സംസ്കാരത്തിനത് പോറലേൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ഭക്തി ഒരു മതം മാറിയ ഭക്തിയായി മാറുകയല്ലാതെ നിങ്ങളുടെ സംസ്കാരത്തിന് ഊന്നൽ നൽകിയില്ല. നിങ്ങളുടെ ഭക്തി ആരോഗ്യശാസ്ത്രത്തിന് സംഭാവനകളൊന്നും ചെയ്തില്ല. എന്നാൽ പ്രാചീന കാലത്ത് ആവശ്യമുള്ളവൻ ആരോഗ്യശാസ്ത്രത്തിനു വേണ്ടിയാണ് ക്ഷേത്രദർശനം നടത്തിയിരുന്നത്. അതുകൊണ്ട് സനാതനധർമ്മത്തിന്റെ ഹൈന്ദവ മനസ്സുകളുടെ ഉള്ളിൽ ഒരു സാമൂഹിക മുന്നേറ്റത്തിന്റെയും സാമൂഹിക രാഷ്ട്രീയത്തിന്റെയും സാമൂഹിക നവോത്ഥാനത്തിന്റെയും രംഗമായിരുന്നില്ല, സാമൂഹിക ആരോഗ്യത്തിന്റെ രംഗമായിരുന്നു ക്ഷേത്രം. പഞ്ചഭൂതങ്ങളെക്കുറിച്ചുള്ള ഭാരതീയന്റെ അറിവിന്റെ അനുസ്യൂതതകൾ ക്ഷേത്രങ്ങളുടെ ആരാധനയിലും ക്ഷേത്രോപജീവിതത്തിന്റെ മനോഹാരിതയിലും ക്ഷേത്രകലകളുടെ അന്തസ്ഥ ചൈതന്യങ്ങളിലും തുടിച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. അതാണ് ആധുനിക രീതിയിൽ നിങ്ങൾ നഷ്ടമാക്കിയത്. പ്രാചീനരിവിടെ ഇരിപ്പുണ്ടെങ്കിൽ എന്ന പദം ഉപയോഗിച്ചത് പ്രാചീനതയ്ക്ക് വഴിയാവില്ല. പ്രാചീന പാരമ്പര്യത്തെ കളയാതെ മൂല്യബോധത്തോടെ അച്ഛനമ്മമാരിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. കേരളത്തിൽ ഓരോ രോഗത്തിനും ഇന്ന ക്ഷേത്രത്തിൽ പോയി ഇന്ന പ്രസാദം കഴിച്ചാൽ മതിയെന്ന് നിയമമുണ്ട്. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് പ്രസാദം ഔഷധമാകുന്നത്? ഇന്ന് പല ക്ഷേത്രങ്ങളിലും വടമാലയൊക്കെയാണ്. ഉഴുന്ന് നിത്യവും കഴിക്കരുതാത്ത സാധനമാണ്. അതൊക്കെ പുതിയ പ്രസാദങ്ങളാണ്. അതുകൊണ്ട് ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് സാമൂഹിക ആരോഗ്യം അറിയില്ല എന്നുള്ളത് ഇന്ന് തീർച്ചയാണ്. പ്രാചീനർ അത്തരം ഉപദ്രവകരങ്ങളായ ഒന്നിനെ പോലും ക്ഷേത്രത്തോട് ബന്ധപ്പെടുത്തിയിരുന്നില്ല. പൂക്കൾ എടുക്കുമ്പോഴും ഇന്നെല്ലാ പൂക്കളും എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോഗ്യത്തിനുതകും വിധം പുഷ്പ ഉപയോഗം, മൂല്യമുള്ള പുഷ്പങ്ങള് പ്രസാദമായി ലഭിക്കുമ്പോൾ അവയെ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ
സാമൂഹിക ആരോഗ്യമുണ്ടാകുമെന്ന് അവർക്കറിയുമായിരുന്നു. ജലം, പുഷ്പം ആകാശത്തിന്റെ ഗുണമുള്ളതാണ്. ആകാശത്തിന്റെ പ്രതിരൂപമായാണ് പുഷ്പത്തെ അർച്ചിക്കുന്നത്. ഭൂതങ്ങളിൽ ആകാശത്തിന്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്ത് പുഷ്പവും, ജലത്തിന്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്ത് ജലവും. ജലത്തിന് മറ്റു പല പ്രത്യേകതകളുമുണ്ട്. ക്രിസ്റ്റലൈസേഷനിൽ സമാനതകളില്ലാത്ത വിധം വൈവിധ്യമുള്ളതാണ് ജലം. ഇതിന് സമീപത്തുള്ളവര് പഴയകാലത്ത് ഇതുപോലൊരു ക്ഷേത്രത്തിൽ ഒന്ന് വീട്ടിലെ കിണറിനുള്ളിൽ കൂത്താടിയെ കണ്ടാൽ ഓർമ്മിക്കുന്നവരുണ്ടാവുമെന്നറിയില്ല. ഒരു തീർത്ഥം വാങ്ങിക്കൊണ്ടുപോകും അതിലൊഴിക്കാൻ. ചെയ്തിട്ടുണ്ടോ നിങ്ങളെന്നറിയില്ല. കിണറിലൊക്കെ കൊതുകിന്റെ ലാർവയെ കണ്ടു കഴിയുമ്പോൾ പഴയ കാലത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റൊന്നും മേടിച്ചിടുകയല്ല മതി. ഇത് വെള്ളം അല്പം കൊണ്ടുപോയി അവിടെ ഒഴിക്കും. ആ പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടാവും, പിന്നീട് അതിനകത്ത് കൊതുകുണ്ടാവില്ല, ആ ലാർവ അതിനകത്ത് വളരില്ല. പുണ്യാഹം എന്നാണ് അതിന് പറയുക. പക്ഷെ പുണ്യാഹത്തിന് 4 പേര് വേണം. ഋത്തിക്കുകൾ, യജമാനൻ വേണം. മനസ്സ് സമാഹിതമായിരിക്കണം. കാരണം ഋത്തിക്കുകളോട് ചോദിക്കും, മനസ്സ് സമാധിയിലാണോ? സമാഹിതമാണ് ഞങ്ങളുടെ മനസ്സെന്ന് മറുപടിയും പറയും. സമാഹിത മനസ്സ്. ആ ജലത്തിന്റെ രൂപം മാറും, അതിന്റെ കോൺഫിഗറേഷൻ മാറും. ജലമുപയോഗിച്ചാണ് ശുദ്ധിയെല്ലാം വരുത്തുന്നത്. അതുകൊണ്ട് അവർ പഴയ കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും വലത്ത് കൈകൊണ്ടാണ് വെള്ളമെടുത്ത് കുടിച്ചത്. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ഇടത്ത് കൈകൊണ്ട് വെള്ളമെടുത്ത് കുടിക്കുമ്പോൾ ആ പാത്രവും ജലവും അശുദ്ധമാവുകയും ആ കൈ അശുദ്ധമാവുകയും ആ കൈ കൊണ്ട് പിന്നെ പൊതുവായ ജലമെടുക്കുമ്പോൾ അതിന്റെ ക്രിസ്റ്റലൈസേഷൻ പ്രോപ്പർട്ടി മാറുകയും ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു. ശുചിത്വത്തിൽ അവർ എത്രത്തോളം ശ്രദ്ധയുള്ളവരും അറിവുള്ളവരുമായിരുന്നു എന്ന് അറിയണമെങ്കിൽ ഇറ്റ്സിങ്ങിന്റെയും ഫാഹിയാന്റെയും ഹ്യാൻസെങ്ങിന്റെയും രേഖാചിത്രങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ഇന്ന് ആ ശുചിത്വമൊന്നും കേരളീയർക്കുണ്ടെന്ന് തോന്നുന്നില്ല. മോശമായ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാലും ഭക്ഷണം കഴിച്ചാലും ഒക്കെ വായശ്രീയും കൈയുമൊക്കെ ശുചിയാക്കുമായി. മൂത്രമൊഴിച്ചാലും മലവിസർജനത്തിന് പോയാലും ശുചിത്വത്തിന് ശൗചാദികളുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടിനും ശൗചം നിന്നുവെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ശൗചാദികളിൽ വളരെ മാറ്റം വന്നു. ഹ്യൂമൻ പാപ്പിലോമ വൈറസും ഹ്യൂമൻ ബർ വൈറസും ഹ്യൂമൻ ചൈൽഡ് വൈറസും ഒന്നും ഇല്ലാതിരുന്ന ഈ രാജ്യത്തിന്റെ അന്തസ്ഥ തലങ്ങളിലേക്ക് ഇവയെല്ലാം ഇന്ന് വലിയ തോതിൽ കടന്നു വരികയാണ്. ചെറിയ തോതിലല്ല. കൊല്ലം മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ത്രീകളിൽ RCCയുടെ ഗവേഷണത്തിൽ 100% സ്ത്രീകളിലും ഹ്യൂമൻ പാപ്പിലോമ വൈറസും സെർവിക്സ് സ്മിയർ മലിഗ്നന്റാണ്. ദൂരാവകാശം വഴി അപ്ലൈ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞത് നുണയാണോ. നാം ഇത്തരൊരു അവസ്ഥിതിയിലേക്കാണ് ഇന്ന് എത്തുന്നത്. ഒന്ന്, പുഷ്പങ്ങള്, മരത്തിൽ നിന്നെടുക്കുന്ന കർപ്പൂരം, ഇന്നത് മുഴുവൻ സിന്തറ്റിക് കംഫറാണ്. പണ്ട് കർപ്പൂരം കത്തിച്ചത് കണ്ട് കർപ്പൂരം കത്തിക്കുന്ന പുക നിങ്ങൾ അടിച്ചാൽ ശരീരത്തിൽ മുഴകളുണ്ടാകും. കാരണം ആ കർപ്പൂരം സിന്തറ്റിക്കാണ്. കൂടുതൽ അടിച്ചാൽ അപസ്മാരമുണ്ട്. കർപ്പൂരത്തിന്റെ അളവ് ബ്ലഡിൽ കൂടിയാൽ ബ്രെയിനെ ബാധിക്കുകയും അപസ്മാരമുണ്ടാവുകയും. മുമ്പ് ഉപയോഗിച്ചത് ഈ സാധനമല്ല. ഇപ്പൊ നിങ്ങൾ കത്തിക്കുന്ന കർപ്പൂരമല്ല, പെട്രോളിയം ഉൽപ്പന്നമാണ്. അത് മരത്തിന്റെ ഇല വാറ്റിയെടുക്കുന്നതാണ്. കർപ്പൂര മരത്തിന്റെ ഇല വാറ്റിയെടുക്കുന്നത്. അത് ഇന്ത്യയിലില്ലിപ്പം. ഇന്ത്യയിലുള്ളതൊക്കെ വെളിയിലേക്ക് പോകും. ചെറിയ വിലയ്ക്ക്, വളരെ വില കുറച്ച് ഇവിടുന്ന് നല്ല സാധനങ്ങൾ അങ്ങോട്ടായി. അവിടുത്തെ വേസ്റ്റ് ഉൾപ്പെടെ എല്ലാം നിങ്ങളുടെ രാജ്യത്തേക്ക് വരും. കാരണം നിങ്ങൾക്ക് പാശ്ചാത്യമായതെല്ലാം സ്വർഗതുല്യമാണ്.
നിങ്ങൾ പഠിപ്പുള്ളവരാണ്, പക്ഷെ പഠിപ്പുള്ളവരെല്ലാം ഇതിന് കമ്മീഷൻ പറ്റുന്നവരുമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയിട്ട് ഞാൻ തെറ്റു പറഞ്ഞു എന്ന് തോന്നിയാൽ എപ്പോ എന്നെ വിളിക്കാം, തലോടാനല്ല തല്ലാൻ. ഇങ്ങനെ അങ്ങോട്ട് ക്ഷേത്രത്തിലെ പ്രസാദങ്ങൾ വരെ ഇതിലോരോന്നും കഴിക്കാനുള്ള ഓരോന്നും. ചന്ദനം, ഇന്ന് ചന്ദനമല്ല ക്ഷേത്രത്തിലുള്ളത്. ചന്ദനം അരയ്ക്കുന്ന ക്ഷേത്രങ്ങളില്ല. അരയ്ക്കുന്ന മുട്ടിയൊന്നും ചന്ദനത്തോട് യാതൊരു ബന്ധമുള്ളതല്ല. പക്ഷെ ചന്ദനത്തിന്റെ വിലയേക്കാൾ കൂടുതൽ കണക്കിലുണ്ടാവും. അത് അരയ്ക്കുന്നത് കല്ലിലല്ല, ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡിലോ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലോ. ചന്ദനം അരയ്ക്കാനുള്ള യന്ത്രങ്ങളുണ്ട്. അവയിൽ ആസിഡ് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഇത് അരയ്ക്കാൻ പറ്റൂ. അത് വൻതോതിൽ അരച്ചാണ് ക്ഷേത്രങ്ങളിലേക്ക് ദേവസ്വം എത്തിക്കുന്നത്. കാരണം കിലോ കണക്കിന് ചന്ദനം അരയ്ക്കണം. പണ്ടാവുമ്പോൾ ആളുകളിൽ നിന്നാണ് അരയ്ക്കുന്നത്. അതൊരു ഉപാസനയാണ്. അത് അരയ്ക്കുന്നതിന് ഒരു വേദന ഉണ്ട്. അതൊക്കെ മുതലാവില്ലാത്തതുകൊണ്ട് യന്ത്രം മേടിച്ച് വെച്ച് അരയ്ക്കുകയാണ്. അതിനുപയോഗിക്കുന്ന ആസിഡാണ്. തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുകയും ചെയ്യും. ശീതവീര്യമുള്ള മലയാജല സംഭൂതവും ശീതളാനന്ദവർദ്ധകവുമായ ചന്ദനത്തെ ഇന്ന് പരിഗ്രഹിച്ചാൽ പൊള്ളും. ഇവിടെയൊക്കെ കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനേക വിധത്തിലുള്ള പ്രസാദങ്ങളുണ്ട്. സർവദുഃഖാനാം ശാന്തി. ആദി ഭൗതികങ്ങളും ആദി ദൈവികങ്ങളും ആധ്യാത്മികങ്ങളുമായ ദുഃഖങ്ങളുടെ ശാന്തിയെ ഉദ്ദേശിച്ചാണ് പ്രസാദങ്ങളുള്ളത്. അതില് ദേവീക്ഷേത്രങ്ങളില് ഹരിദ്ര 6-7 ധാതുക്കളിൽ ക്രമമായി എങ്ങനെ പ്രവർത്തിക്കുന്ന ഡാഗിനി, ഹാഗിനി, യാഗിനി, ലാഗിനി, സാഗിനി തുടങ്ങിയ ദേവതകൾ. നിങ്ങൾ പഠിച്ച ശാസ്ത്രവുമായി ഞാൻ പറയുന്ന കാര്യങ്ങൾ യോജിക്കാൻ വഴി കുറവാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ജീവനുണ്ട്, സസ്യങ്ങൾക്ക് ജീവനുണ്ട്, ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്ന സസ്യങ്ങൾക്കൊക്കെ ജീവനുണ്ട്, മനുഷ്യന് ജീവനുണ്ട്, മൃഗങ്ങൾക്ക് ജീവനുണ്ട്. ഇവയ്ക്കെല്ലാം ആധാരമായിരിക്കുന്ന ഭൂമിക്ക് ജീവനില്ല എന്ന് വിശ്വസിക്കുന്നതാണ് നിങ്ങളുടെ ശാസ്ത്രം. ആധാരത്തിനില്ലാത്തതൊന്നും ആധേയത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഭാരതീയരുടെ യുക്തി. ആധാരാധേയങ്ങളുടെ പാരസ്പര്യം ആധുനികർക്ക് അജ്ഞാതമാണ്. ആധാരാധേയങ്ങളിൽ ആധാരമായിരിക്കുന്ന ഭൂമിക്ക് ജീവനില്ലെങ്കിൽ ആധേയത്തിന് ജീവനുണ്ടാവുക വയ്യ. ഭൂമി ഏതൊന്നിന്റെ ആധാരചക്രത്തിലാണ് പോഷിപ്പിക്കപ്പെടുന്നത്? ഉത്തരായണ ദക്ഷിണായനങ്ങളിൽ, വിസർഗാദാന വിക്ഷേപങ്ങളിൽ. വിസർഗം, ആദാനം, വിക്ഷേപം. ഉത്തരായണ കാലങ്ങളിൽ ഭൂമിയുടെ ജീവസ് മുഴുവൻ സൂര്യൻ തന്നിലേക്ക് വലിച്ചെടുക്കും. ദക്ഷിണായനത്തിൽ ആ ജീവസ്സിനെ മുഴുവൻ ഭൂമിക്ക് തിരിച്ചു വിട്ടുകൊടുക്കും പർജന്യൻ വഴി. ഭൂമി അതിന്റെ ആധേയഭാവത്തിൽ നിലകൊണ്ട് സൗരതേജസ്സിനെ വഹിക്കുമ്പോഴാണ് അന്നം മുഴുവൻ ഉണ്ടാകുന്നതെങ്കിൽ, പ്രാണൻ മുഴുവൻ ഉണ്ടാകുന്നതെങ്കിൽ അവശ്യം സൂര്യനും ജീവനുണ്ടായേ പറ്റും. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഇതേതെങ്കിലും സായിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാതെ പഠിച്ചോളും, പരീക്ഷ എഴുതിക്കോളും, സമ്മതിക്കും, നിങ്ങളതിന് അനുകൂലമായി വ്യാഖ്യാനിക്കും, അതിനെതിര് പറയുന്നവന്റെ തലയിൽ കയറുകയും ചെയ്യും. ഇതവൻ കുറെ കാലം ഇവിടെ ജീവിച്ചു പോയപ്പോ അവൻ കക്കൂസിപ്പോയും മൂത്രമൊഴിച്ചും പോയ വെണ്ടയ്ക്കയും പാവയ്ക്കയും തിന്ന നിങ്ങളുടെ സന്തതികൾ അങ്ങനെ ആയിപ്പോയതിന്റെ ലക്ഷണമായിരിക്കാനാണ് ഇടയുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ആവാൻ വഴിയുണ്ടാവേണ്ടതല്ല. ആധാരാധേയങ്ങളെ തിരിച്ചറിയുന്ന യുക്തി മനസ്സിലാവേണ്ടതാണ്. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കിയും അവ ഓരോ ധാതുവിലും പ്രവർത്തിക്കുന്നതിനെ ആസ്പദമാക്കിയും ചെറുപയറ്,
മഞ്ഞള്, ഹരിദ്ര, മുൽഗം, നെയ്യ്, പാല് മുതലായവയൊക്കെ ഓരോ ധാതുവിലും വരുന്ന വികാരങ്ങളെ ശമിപ്പിച്ച് ആരോഗ്യമുണ്ടാക്കാൻ ഉത്തമമാണെന്ന് കണ്ടറിഞ്ഞ് അതാത് ധാതുവിന്റെ ദേവതയെ സങ്കൽപ്പിച്ച് പ്രസാദ കൂട്ടുകൾ അവരുണ്ട്. വീട്ടിൽ ചെന്ന് തന്ത്രാഗമങ്ങളെല്ലാം എടുത്ത് പഠിക്കുക. സമയാചാരത്തിന്റെയും കൗളാചാരത്തിന്റെയും ഏറ്റവും കുറഞ്ഞത് ലളിതാ സഹസ്രനാമമെങ്കിലും ഒന്ന് വായിക്കുക. പായസാന്ന പ്രിയ ത്വസ്ഥ പശുലോക ഭയങ്കരി വിശുദ്ധി ചക്രനിലയ ശ്യാമാഭ ഡാകിനീശ്വരിയെക്കുറിച്ചാണ്. കണ്ഠസ്ഥിതമായ വിശുദ്ധി ചക്രത്തിലിരിക്കുന്ന ഡാകിനി ത്വസ്ഥയാണ്. ത്വധാതുവിന്റെ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവളാണ്. ഇന്ദ്രിയങ്ങളെ മുഴുവൻ, വിഷയങ്ങളെ മുഴുവൻ ഭരിക്കുന്നവളാണ്. അവൾ പയോവികാരമുള്ള അന്നം കൊണ്ട് ഉത്തമയാകുന്നവളാണ്. ക്ഷേത്രത്തിൽ നിന്ന് പയോവികാരമുള്ള, പാലിന്റെ വികാരമുള്ള ഏത് പ്രസാദം തരുമ്പോഴും സമസ്ത രസധാതുവിൽ വരുന്ന, ത്വധാതുവിൽ വരുന്ന സമസ്ത രോഗങ്ങളും അസ്തമിക്കുന്നു. ഗുഡാന്നം, ശർക്കര, ഇവിടെ അങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഗുളം, ഇക്ഷു, കരിമ്പിൽ നിന്നെടുക്കുന്നത്. മഞ്ഞള്, ഹരിദ്ര, ദധി, തേൻ തുടങ്ങിയവയ്ക്ക് ഓരോ ധാതുവിനുമാണ്. എത്ര കാലത്തെ അന്വേഷണം, എത്ര കാലത്തെ തപസ്, എത്ര കാലത്തിന്റെ പഠനമുണ്ടെങ്കിലാണ് ഒരു ജനതയുടെ ജീവിത ചക്രത്തില്, സൗരചക്രത്തിലും ജൈവചക്രത്തിലും അതിന്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ സാൽമീകരിച്ച് ഒരു പ്രസാദം കൊണ്ട് ഒരു ധാതുവിനെ കേന്ദ്രമായി വരുന്ന സമസ്ത രോഗങ്ങളെയും മാറ്റാൻ കഴിയുമെന്ന് കണ്ടെത്താൻ കഴിയുക. പ്രയോഗിച്ചും പ്രചരിപ്പിച്ചും നിഷേധിച്ചും നിഷേധിപ്പിച്ചും ഇക്കാലമത്രയും അത് ചെയ്തും ചെയ്യിപ്പിച്ചും പ്രചരിപ്പിച്ചും നിഷേധിപ്പിച്ചും അനുകൂലികളും പ്രതികൂലികളും ഒത്തൊരുമിച്ച് അതിന്റെ പ്രയോജനത്തെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നുവെന്നാണ് ഞാൻ പറഞ്ഞത്. ക്ഷേത്രം കൊണ്ടു നടന്നവർ, പൂജാതി കർമ്മങ്ങൾ ചെയ്തവർ, ഭരണസാരിധ്യത്തിലിരുന്നവർ, സംസ്കാരമാണ് ക്ഷേത്രം നമ്മുടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അതിലേക്ക് മണം പിരിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി കൂട്ടിക്കൊണ്ടുവന്നവർ, ഇവരെല്ലാം അതിന്റെ പ്രചാരകന്മാരും അനുകൂലികളുമാണ്. ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഇത് ഇല്ലായ്മ ചെയ്യേണ്ടതാണ് എന്ന് നിഷേധിച്ചവർ നിഷേധികളും അതിനെതിരായി പ്രവർത്തിച്ചവരുമാണ്. ഫലത്തിൽ രണ്ടു കൂട്ടരും ചെയ്തത് ഒരേ പ്രവൃത്തിയാണ്. കാരണം ഇതിന്റെ അകത്ത് നിത്യവും അത് ചെയ്ത് അതിന്റെ പ്രയോജനം കണ്ടെത്തിയവൻ അടുത്ത തലമുറയ്ക്ക് ആ നന്മ ഉപയോഗിച്ച് വളരുവാനുള്ള ഒരാവേശം അതിൽ നിന്ന് കൊടുക്കുകയല്ല ചെയ്തത്. ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല, ഇതുകൊണ്ടുള്ള ചില്ലറ കൊണ്ട് വേഗം പോയി പുറത്തുനിന്ന് വേറെ വിദ്യാഭ്യാസം നേടി വന്നാൽ ജീവിക്കാമെന്ന് പറയുമ്പോൾ ഇത് കൊള്ളില്ല എന്നവൻ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഫലത്തിൽ പ്രചാരകന്മാരും നിഷേധികളും ഒരുമിച്ച് നശിപ്പിച്ച ഒരു രംഗമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നോട് നിങ്ങൾ പൊറുക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പോ പ്രസാദാദികൾ മുഴുവൻ, പല പ്രസാദങ്ങളും ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്താണ് എടുത്തിരുന്നത്. അത് നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്നു. കുമാരനെല്ലൂര് നിങ്ങൾ എന്നാല് മഞ്ഞപ്പൊടിയാണ് അവിടെ അഭിഷേകം ചെയ്യുന്നത്. വെള്ളം പറ്റില്ല, ആ വിഗ്രഹത്തിൽ വെള്ളം തൊടാനാവില്ല, പാലൊഴിക്കാനാവില്ല. കാരണം അത് അഞ്ജനക്കല്ല് കൊണ്ടുള്ള വിഗ്രഹമാണ്, വിഗ്രഹാലിക്കും.
അഞ്ജനം മഞ്ഞളിൽ ചേർന്നാൽ മഞ്ഞള് ഔഷധമായി മാറും. മഞ്ഞളെന്ന നിലയിൽ നിങ്ങൾ കഴിച്ചാൽ ഒരു പ്രയോജനമില്ല. ഈ രാജ്യത്തെ ഏറ്റവും അധികം ആരോഗ്യം നിലനിർത്തിയ, വ്യാധിക്ഷമത്വബലവും വ്യാധി പ്രതിബന്ധകത്വബലവും നിലനിർത്തിയ ആഹാരങ്ങളിൽ ഒന്നാമത്തത് മഞ്ഞളാണ്. 2 കറിവേപ്പിലയും. എന്നാൽ മഞ്ഞള് തനിച്ച് ഏതെങ്കിലും ഒരു ഔഷധമെന്ന നിലയിൽ പ്രയോഗിച്ചാൽ അതിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയാവുന്ന കുർക്കുമിൻ മനുഷ്യ ശരീരം സ്വീകരിക്കില്ല. ജീരകവും തേങ്ങയും കറിവേപ്പിലയും മുളകും എല്ലാം ചേരുമ്പോൾ, നല്ല ചുവന്ന മുളകില് ഇരിക്കുന്ന വൈറ്റമിൻ സിയുമായി കലരുമ്പോൾ അടങ്ങാത്ത ഔഷധവീര്യമായി രൂപാന്തരപ്പെടും മഞ്ഞളെന്ന് അടുക്കളയിൽ അരയ്ക്കുന്ന തള്ളയ്ക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഓരോ ആഹാരം പാകം ചെയ്യുമ്പോഴും മഞ്ഞൾ അരച്ച് ആദ്യം ഇട്ടിരുന്നത്. ഇന്നങ്ങനെയെല്ലാം തോന്നുന്നു. ഇന്ന് ഓരോന്നിടുന്ന കൂടെ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി കൂടെ ഇടുമെന്ന് തോന്നുന്നു. അരയ്ക്കുന്ന പരിപാടി ഇല്ല എന്നുള്ളതൊന്ന്. മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ പാക്കറ്റില് കമ്പനി എഴുതിയിരിക്കുന്നത് തന്നെ മഞ്ഞപ്പൊടി എന്നാണ്, ഇല്ലില്ല. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പൊടിക്കമ്പനിയോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ വാചകം, കോടതിയിൽ നാളെ കൺസ്യൂമർ എന്ന നിലയിൽ ചെന്നാൽ ഞങ്ങൾ മഞ്ഞൾപ്പൊടി വിറ്റിട്ടില്ല. അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞ വാചകമായിരുന്നു. കള്ളൊന്നുമല്ല. ഞങ്ങൾ വിറ്റത് മഞ്ഞപ്പൊടി മാത്രമാണ്. എവിടെയാ അപകടമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറിച്ച് വരട്ടുമഞ്ഞൾ, പച്ചമഞ്ഞൾ കൊണ്ടുവന്ന് പാടത്തുനിന്ന് പറിച്ചു കൊണ്ടുവന്ന് അതിന്റെ തട കീറിയും കിഴങ്ങെടുത്തും അതിനെ പുഴുങ്ങി ഉണങ്ങി വെച്ച് ആവശ്യത്തിനൊരു കഷ്ണമെടുത്ത് മുളക് ചേർത്തരച്ച് വെള്ളരിക്കയും ചക്കമടലും പടവലങ്ങയും ചക്കക്കുരുവുമൊക്കെ ഒരേ നീളത്തിലൊരുക്കി അരച്ച മുളകും മഞ്ഞളും കൂടി അധികം വൈറ്റമിൻ സിയുള്ള ചുവന്ന മുളക്, ഓറഞ്ചിൽ ഒരെണ്ണത്തിലുള്ളതിന്റെ 100 ഇരട്ടി ഒരു മുളകിലുണ്ടായിരിക്കെ അതുമായി ചേർത്ത് അരച്ച് അതിനെ ആ കഷണങ്ങളിൽ തേച്ച് വെളിച്ചെണ്ണയും നല്ലതുപോലെ പുരട്ടി നല്ല വെള്ളോടിന്റെ പാത്രത്തിലിട്ട് ഒരില കൊണ്ട് അടച്ചു വെച്ച് അത് ആ കഷണത്തിന്റെ വെള്ളത്തിൽ മന്ദാഗ്നിയിൽ വെന്തു വരുമ്പോൾ അതിനകത്തുള്ള മഞ്ഞൾ രൂപാന്തരം പ്രാപിച്ചു വരുമ്പോഴേക്ക് തേങ്ങയും കറിവേപ്പിലയും ഒക്കെ താഴ്ത്തി ഇളക്കി വാങ്ങുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഒരു അവിയൽ വെറും ആഹാരമെന്ന നിലയിൽ വയറ് നിറയ്ക്കുക മാത്രമല്ല ചെയ്തിരുന്നത്. 1000 രോഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തടഞ്ഞു നിർത്തുവാൻ പറ്റുന്ന വ്യാധി പ്രതിബന്ധകത്വ ബലമുണ്ടാക്കുകയാണ് ചെയ്തത്. ഈ മഞ്ഞൾ ചുണ്ണാമ്പുമായി ചേരുമ്പോൾ അതിന്റെ കെമിക്കൽ ആക്ഷൻ വളരെ കൂടുതലാണ്. അങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനൊരു പരിപാടി ഇവിടെ ഉണ്ടെന്ന് തോന്നി ഈ ക്ഷേത്രത്തിൽ. അതൊരൽപ്പം നാവിലേക്ക് കൊടുക്കുമ്പോൾ അല്പം മർമ്മങ്ങളിൽ എവിടെയെങ്കിലും തൊടുമ്പോൾ ബ്രഹ്മരന്ധ്രമിരിക്കുന്നിടത്തൊന്നു തൊട്ടാൽ നാനോ തലത്തെ ഉല്ലംഘിക്കുന്ന ആ രാഷ്ട്രീയ പരിണാമം വന്ന വസ്തു എന്തെല്ലാം രോഗങ്ങളിൽ നിന്നാണ് ഒരു ജനതയെ മുക്തമാക്കിയിരുന്നതെന്ന് അറിയണമെങ്കിൽ അത് ഗവേഷണം ചെയ്ത ഗ്രന്ഥങ്ങളുടെ അന്തഃസ്ഥിതികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. തന്ത്രാഗമങ്ങളിലൂടെ, പുരാണങ്ങളിലൂടെ, ഇതിഹാസങ്ങളിലൂടെ ഒരു വിഷഗ്വരന്റെ സൂക്ഷ്മദൃഷ്ടിയും പേറി സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് പൂർവികരുടെ തപസ്സിനെയും അറിവിനെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക.
നിങ്ങൾ പഠിച്ച ചരിത്രത്തിന്റെ പാശ്ചാത്യമായ ഈടുവയ്പ്പുകളിൽ അപരിഷ്കൃതനായ ഗുഹാമനുഷ്യനും കല്ലുപയോഗിച്ചവനും ശിലായുഗ മനുഷ്യനും വെങ്കലം ഉപയോഗിച്ചവനുമൊക്കെ കടന്ന് നിങ്ങളിലെ കമ്പ്യൂട്ടർ മനുഷ്യനിലേക്കുള്ള പുരോഗതി പഠിക്കുമ്പോൾ ഈ രാജ്യം പഠിപ്പിച്ചത് ലോകോത്തരമായ സംസ്കാരവും ലോകോത്തരമായ ജീവിതവും ലോകോത്തരമായ വിധത്തിൽ ശാസ്ത്ര രഹസ്യങ്ങൾ മുഖാമുഖം ദൈവദത്തമായി കണ്ടു വളർന്നവൻ ആദിമനാണ്. അന്ന് അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അറിവിൽ നിന്നാണ് നിങ്ങളുടെ അറിവില്ലായ്മയുടെ ഏടുകൾ തുറന്നു വന്നത്. ഇന്ന് നിങ്ങളും ഞാനും ജീവിക്കുന്നത് അറിവില്ലായ്മയുടെ രംഗവേദിയിലാണ്. ഇത് തിരിച്ചു പറയാനാണ് നിങ്ങൾ എന്നെ വിളിച്ചത്. വിഷമുണ്ടാവുമെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരാഹാരമൊന്ന് ഉണ്ടാക്കുമെങ്കിൽ, ഒരു പ്രസാദമൊന്ന് ഉണ്ടാക്കുമെങ്കിൽ ആരോഗ്യത്തെ സാമൂഹികമായി നോക്കിയേ ഉണ്ടാക്കുള്ളൂ. സാമൂഹിക ആരോഗ്യം പരിഗണിക്കാത്ത ഒരു ജീവിതം അന്നത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇന്നാകട്ടെ സാമൂഹികാരോഗ്യത്തിന്റെ എല്ലാ രംഗവേദികളെയും ഹനിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസമുള്ള നിങ്ങളുടെ ന്യൂക്ലിയർ കുടുംബങ്ങളുടെ ജീവിതം മുഴുവൻ അരങ്ങേറുന്നത്. ഇനി ഉപ്പൂറ്റി പൊങ്ങിയ ചെരുപ്പും വാനിറ്റി ബാഗും അതിന്റെ അന്തസ്വാഭിജാത്യവും ഇനിയും ലജ്ജയില്ലാതെ കാണിക്കരുത്. വിവരക്കേടിന്റെ ചിഹ്നങ്ങൾ മാത്രമാണ്. ലവലേശം വിവരത്തിന്റെ ചിഹ്നമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പുറകോട്ട് പോകാമെന്ന് പറഞ്ഞു. ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങള് മുമ്പ് പറഞ്ഞ അഞ്ജനം, ശ്രോതോഞ്ജനം, സൗവീരാഞ്ജനം, സപ്തലൗഹം, ലോകത്തിലെ ഏറ്റവും വീര്യം കൂടിയ വിഷങ്ങളായ ആഴ്സനിക് ഗ്രൂപ്പുകൾ, പാഷാണമെന്നാണ് അതിന് പറയുക. അവയിൽ 9 എണ്ണമുണ്ട്, ഏറ്റവും പ്രധാനമുള്ളതാണ്. അവ കൊണ്ടാണ് ഉണ്ടാക്കുക. പളനിയിലെ വിഗ്രഹം അതായിരുന്നു, അടിച്ചു മാറ്റി. ഇപ്പൊ അതല്ല അവിടെ ഇരിക്കുന്നത്. ഒരു ഭരണാധികാരി അത് അടിച്ചു മാറ്റി. ഒരു വിഗ്രഹം എടുത്തു കൊടുത്താൽ 1000-ഓ 50,000-ഓ കോടി ഡോളറാണെന്ന് കിട്ടുന്നത്. അതിനായി പുനഃപ്രതിഷ്ഠ എല്ലാം അരങ്ങേറിയത്. അല്ലാതെ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനൊന്നും സംഭവിച്ചിട്ടല്ല. ഓരോ പുനഃപ്രതിഷ്ഠയും കഴിഞ്ഞപ്പോ തന്ത്രിയും കമ്മിറ്റിക്കാരും ഒക്കെ കോടീശ്വരന്മാരായി മാറി, രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ. പൂർവികർ അത്രയും വിലപിടിപ്പുള്ള സാധനം ഇവിടെ ഉണ്ടാക്കി വെച്ചതിന്റെ മൂല്യം പാശ്ചാത്യനാണ് അറിയുന്നത്, നിങ്ങൾക്കല്ല. ഗൗരി പാഷാണവും തന്തുപാഷാണവും എല്ലാം ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ആ ശിലകളിലേക്കൊരു പാലൊഴിച്ചാൽ ആ പാല് മറ്റൊന്നായി മാറുകയാണ്. അതിലൊരു തൊള്ളി ഉപയോഗിച്ചാൽ താൻ ജീവിക്കുന്ന കാലഘട്ടത്തിലേക്ക് മാത്രമല്ല ആരോഗ്യം തരുന്നത്, 4-5 തലമുറകളിലേക്ക് ജനിതക മേഖലകളിൽ ആരോഗ്യം തരാൻ പര്യാപ്തമായ ഗവേഷണം നടത്തിയ ഒരു പ്രാചീന സംസ്കൃതിയെയാണ് നിങ്ങൾ പാശ്ചാത്യന് അടിയറ വെച്ചത്. അവൻ ഇത്രയും കാലം ഇവിടെ ഭരിച്ചിരുന്നപ്പോഴും ഇതൊന്നും അവൻ പൊക്കിക്കൊണ്ടുപോയില്ല. അവന്റെ പേരിന് അവൻ ദോഷം വരുത്തിയില്ല. നിങ്ങൾ ഭരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് പൊക്കാൻ തുടങ്ങിയത്. നമുക്ക് അന്വേഷിക്കാം ഞാൻ പറഞ്ഞത് കള്ളമാണോന്ന്. ശബരിമലയില് വർഷത്തിലൊരിക്കൽ തീ വീഴുന്നതിന് മുമ്പ് കാട് കയറി കൊണ്ടിയെല്ലുന്ന നെയ്, ബ്രിട്ടീഷുകാരന്റെ കാലത്തല്ല അത് തീ വീണത്. 1954-ലാണെന്ന് തോന്നുന്നു. 57-ലാണ് ലോകത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി ഭഗവാൻ അയ്യപ്പന്റെ പേരിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ ലോകത്താദ്യമായി ചാർജ് എടുക്കുന്നത്. കേശവമേനോൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേരിൽ ആ ക്ഷേത്രത്തിലേക്ക് നെയ്യുമായി പോയി ആ നെയ്യ് അഭിഷേകം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഓരോ രോഗത്തിനും നെറ്റിയിൽ തൊടിയിക്കുക, സന്തുക്കളിൽ തൊടിവിക്കുക, നാവിലൊരു തുള്ളി കൊടുക്കുക, ഇങ്ങനൊരു പ്രക്രിയ പണ്ടുണ്ടായിരുന്നു. കേട്ടിട്ടേ ഇല്ല. പണ്ട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അന്നത് ഭരിച്ചിരുന്നു, ഇന്ന് ഭരിക്കില്ല. കാരണം ആ വിഗ്രഹം അന്ന് അവിടുന്ന് എടുത്തു മാറ്റാനാ തീയിട്ടത്, അല്ലാതെ ക്ഷേത്രം നശിപ്പിക്കാനല്ല. തീയിട്ടതുകൊണ്ട് ക്ഷേത്രം വളർന്നു, ഭക്തി വളർന്നു. പക്ഷെ ആരോഗ്യമൂല്യമുള്ളൊരു വിഗ്രഹം മാറിപ്പോയി. നെയ്യുടെ കാര്യം പിന്നെ ഞാൻ
പറയണ്ട. പശു തന്നെ മാറി. ആവാസ വ്യവസ്ഥ മാറ്റുന്ന വിധം നിങ്ങളുടെ ഗോസംരക്ഷണ പ്രോജക്റ്റുകൾ വികലങ്ങളായി. സാമൂഹിക ആരോഗ്യത്തെ പരിഗണിച്ചല്ല അവ രൂപപ്പെട്ടത്. ഇവയെല്ലാം താത്വികമായി ഏതേത് ഗ്രന്ഥങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചാൽ സ്പഷ്ടമായി അവ എഴുതിയിട്ടുള്ളത് വേദങ്ങളിലാണ്. അവയെ വിശദീകരിച്ചിട്ടുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ പുരാണങ്ങളിലാണ്, ഇതിഹാസങ്ങളിലാണ്. അവയെ ജനജീവിതത്തിന്റെ പ്രായോഗികതയിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഏത് ഗ്രന്ഥങ്ങളിലെന്ന് ചോദിച്ചാൽ ആഗമങ്ങളിലാണ്, തന്ത്രങ്ങളിലാണ്. എല്ലാ രോഗങ്ങളും ആവിർഭവിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്നാണ്. മനുഷ്യൻ എന്നത് വാക്ക്, പ്രവൃത്തി, മനസ്സ് എന്ന 3 ഭാഗങ്ങളുള്ളവനാണ്. ഓരോ പ്രവൃത്തിയും മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. അത് കഴിഞ്ഞേ ആ പ്രവൃത്തി അവന് ഗുണമോ ദോഷമോ ഉണ്ടാക്കും. ഓരോ വാക്കും അവന്റെ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തിയിരിക്കും, അവൻ ഉപയോഗിക്കുന്ന. എത്ര പാരമ്പര്യത്തിലെ തലമുറകളായി വാക്കുകൾ എന്റെ പൂർവികർ ഉപയോഗിച്ചുവോ ആ വാക്കുകളും, എത്ര തലമുറകളിലൂടെ എന്റെ പൂർവികർ കർമ്മബന്ധാവിൽ സഞ്ചരിച്ചുവോ ആ പ്രവൃത്തികളും, എത്ര മാനസിക വിചാരങ്ങൾ എന്റെ പൂർവികർ മുതൽ അതിന്റെ ആദിമ കേന്ദ്രം മുതൽ ഇപ്പോൾ ഞാൻ പറയുന്നതുവരെ എന്റെ മനസ്സിലൂടെ കടന്നുപോയോ അവ മുഴുവനും എന്റെ മസ്തിഷ്കത്തിന്റെ പാണ്ഡത്തിലുണ്ടാകും. അവ പൂർവികങ്ങളായ എന്റെ കർമ്മങ്ങളുടെ പാപസഞ്ചയങ്ങളിലൂടെ എന്നിലെ വിഷകലകളെ ഉത്തേജിതങ്ങളാക്കുമ്പോൾ എന്റെ ശരീരം മുഴുവൻ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന വിഷം, കൈവിഷം, എന്റെ കയ്യിലിരിക്കുന്ന വിഷം, ഓട്ടോടോക്സിൻ വ്യാപിക്കുകയും എത്ര പുണ്യങ്ങൾ തലമുറകളിലൂടെ ഞാൻ ചെയ്തുവോ ഇന്നലെ വരെ അത് മുഴുവൻ എന്നിലെ അമൃതിനെ ഉത്തേജിപ്പിക്കുകയും ശരീരാന്തർഗതമായി അമൃത് രൂപാന്തരപ്പെടുകയും എന്റെ സമസ്ത ദുഃഖങ്ങളും അറ്റുപോകും വിധം അത് പ്രവർത്തിക്കുകയും ചെയ്യും. അമൃത കലയും വിഷകലയുമാണ് എന്റെ ആയുസ്സിന്റെയും ആരോഗ്യത്തിന്റെയും കാവൽ. ഇതാണ് വൈദികമായ ആരോഗ്യശാസ്ത്രം. ഇതെവിടെയാണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അഥർവവേദത്തിൽ. പരിശിഷ്ടത്തിലല്ല, അഥർവവേദത്തിൽ. ഓരോ വിഷകലയും ഉണരുമ്പോൾ ഏതേത് രോഗങ്ങൾ ഉണരുന്നുവെന്നു വരെ അഥർവണം കൃത്യമായി പറയുന്നു. വിഷകല ഉണരുമ്പോൾ ആ വിഷകലയിൽ നിന്ന് ഒരാവാസ വ്യവസ്ഥ ശരീരത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട് ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികൾ, കണ്ണുകൊണ്ട് കാണാവുന്നവയും കാണാൻ വയ്യാത്തവയുമായ കൃമികൾ എന്നിലുണ്ടാകും. ബാഹ്യമായും ആഭ്യന്തരമായും അവയുണ്ടാകുന്നു. അത്രികൾ, രാക്ഷസങ്ങൾ, പിശാചങ്ങൾ, അപ്സരകൾ, ഇങ്ങനെയൊക്കെയാണ് അതിന് പേരുകൾ. അതൊക്കെ നിങ്ങൾ പോയി കൃമിപ്രകരണം അഥർവവേദം എടുത്തു വെച്ച് വായിക്കുക. ഭക്ഷണം കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പാത്രം ശുചിയാക്കി വയ്ക്കുന്നില്ലെങ്കിൽ അതിലുണ്ടാകുന്ന അണുകൃമികൾ, അവ വരുത്തിവെക്കുന്ന രോഗങ്ങൾ. മുമ്പ് ഊണ് കഴിഞ്ഞ് ആ പാത്രത്തിനരികിലിരുന്ന് വിശ്രമിക്കാൻ പോലും കുടുംബിനികൾ സമ്മതിച്ചിരുന്നില്ല കഴിക്കുന്നവനെ. കഴിച്ചു കഴിഞ്ഞുവോ? എഴുന്നേറ്റ് കൈ കഴുകിയിട്ട് അവിടെ പോയിരുന്ന് വർത്തമാനം പറയും. അടുക്കളയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അടുക്കളയിൽ തറമെഴുകിയിടത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ കഴിക്കുന്നിടത്തു നിന്നാണ് എഴുന്നേൽപ്പിച്ചു വിട്ട് പറയുന്നത് അപ്പുറത്ത് പോയിരുന്ന് വർത്തമാനം പറയും. കഴിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കരുത്, പാത്രം കഴുകണം. ഇന്ന് ഒരാഴ്ചത്തെ പാത്രം ഒന്നിച്ച് കഴുകാൻ ബായി വരണം.
അണുകൃമികളെ എത്ര നിങ്ങൾ വളർത്തും? ആർക്കാണ് ആരോഗ്യ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്? നിങ്ങൾ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അധ്യാപകർ, റിസർച്ച് സ്കോളേഴ്സ്, IT-കാർ, അഡ്വക്കേറ്റ്സ്, ഏതെല്ലാം മേഖലകളിലുള്ളവരാണ് നിങ്ങളും നിങ്ങളുടെ കുട്ടികളും. പക്ഷേ വിവരമെന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക. എന്തെല്ലാം അണുകൃമികൾ ഉണ്ടാവും. ശയ്യയിൽ നിന്ന് നിങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഒരാഴ്ചയിൽ കുറയാതെയായിട്ടുണ്ടാവും നിങ്ങൾ കിടക്കുന്ന ബെഡിൽ ഷീറ്റ് വിരിച്ചിട്ട്. ഒന്നെടുത്ത് കുടഞ്ഞ് വിരിച്ചിട്ടുണ്ടാവില്ല. ആ ശയ്യയിൽ എന്തെല്ലാം അണുക്കളുണ്ടാവും. അധർമ്മം എടുത്ത് വായിക്കും. ശയ്യാകാരത്തിൽ എന്തെല്ലാം ഉണ്ടാവും. ഇതൊന്നും നിങ്ങളുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സങ്കല്പനങ്ങളിൽ പോലും ഇന്നില്ല. പിന്നെ എന്തു പുരോഗതിയെക്കുറിച്ചാണ് നിങ്ങൾ അഭിമാനിക്കുന്നത്? ഫ്രിഡ്ജ് പറഞ്ഞുകൊണ്ട് പറയുക, ഒരു അണുനാശകമാണോ? അണുക്കളില്ലാത്ത സ്ഥലമാണോ പിന്നെ അത് ഉപയോഗിക്കുന്നത്? അണുക്കളെ വളർത്തുന്ന സ്ഥലമാണോ എന്നിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ടത് ഉപയോഗിക്കുന്നത്? പശുവിന്റെ ബീജവും മറ്റും കുത്തിവെക്കാൻ കൊണ്ടിരുന്നത് തണുപ്പിച്ചാണ്. തണുപ്പിൽ മാത്രം വളരുകയും തണുപ്പിൽ മാത്രം നിലനിൽക്കുകയും ചെയ്യുന്ന വൈറസുകൾ, അമീബകൾ, ബാക്ടീരിയകൾ, ഫംഗസുകൾ ഒത്തുവളരെയാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള ഇന്ത്യയിൽ സൂര്യനെന്ന അണുനാശകം 365 ദിവസവും ഈ നാട്ടിലെ മനുഷ്യനെ രക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കണ്ണുമറച്ച് പാശ്ചാത്യരനുഭവിക്കുന്ന കൃമികീടങ്ങളിൽ നിന്നുള്ള ദുഃഖം ഈ രാജ്യത്തെ ജനതയെ അനുഭവിപ്പിക്കുവാൻ ഇവിടുത്തെ ഗവേഷകരും അവിടുത്തെ ഗവേഷകരും ഒന്നിച്ചു ചേർന്ന് കൈകൊടുത്ത് നടത്തിയ അഭ്യാസമെന്ന വിദ്യാഭ്യാസത്തിന്റെ പരിണതഫലമാണ് നിങ്ങളുടെ അടുക്കളകളെ രോഗാതുരമാക്കുവാൻ നിങ്ങൾ വലിച്ചു വെച്ചുകൊണ്ടുവന്ന എല്ലാ ഫ്രീസറും ഫ്രിഡ്ജും. അത് നല്ലപോലെ നിങ്ങൾ അന്വേഷിച്ചോ. നിങ്ങളുടെ ഭരണാധികാരികൾക്ക് അതിന് കിട്ടിയിട്ടുള്ള കമ്മീഷനും ആലോചിച്ചു. അതൊന്നും ശാസ്ത്രത്തിന്റെ വെളിപാടുകളല്ല. ഫ്രിഡ്ജിലാണ് വെച്ചിട്ട് നിങ്ങൾ വേവിച്ച് വെച്ചിട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞേ. ഫ്രിഡ്ജും വിടാം. ഉച്ചയ്ക്ക് അരി വെച്ചത് ഏത് പാത്രത്തിലാ? അലുമിനിയം. അലുമിനിയം, ഹിൻഡാലിയം, നോളിയം, സ്റ്റീൽ. ഭക്ഷണം കഴിക്കാനെടുക്കുന്നത് മെലാമിൻ പ്ലേറ്റുകൾ. മെലാമിൻ പ്ലേറ്റുകൾ ഫോർമാൽഡിഹൈഡും യൂറിയയും ചേർന്നതാണ് മിശ്രിതം. അതിൽ ചൂട് സാധനങ്ങൾ എടുക്കുമ്പോൾ പൊട്ടാത്ത ആ കപ്പുകളും പൊട്ടാത്ത ആ പ്ലേറ്റുകളും നിങ്ങളുടെ വൃക്കകളെയും നിങ്ങളുടെ എതിർത്ത് ലിവറിനെയും എല്ലാം താറുമാറാക്കുകയാണ്. നിങ്ങൾക്ക് അന്വേഷിക്കാം, പഠിക്കാം, തെറ്റ് പറഞ്ഞോ എന്ന് നോക്കാം. അലുമിനിയത്തിലോ സ്റ്റീലിലോ നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ വെള്ളം, ആവി, ചോറ് വാർത്ത് കഴിഞ്ഞ് നിവർത്തുവെച്ച ആവി അടപ്പിൽ തട്ടി അതിലേക്ക് വീണ് ചോറുമായി പിഴുകിയിട്ട് അതിൽ ബാക്ടീരിയകളും അമീബകളും ഉണ്ടാവും. വൈകുന്നേരമാവുമ്പോൾ ഉണ്ണാൻ നേരത്ത് ചോറൊട്ടും. ശരിയാണോ? അത് വൈകുന്നേരം ചിലപ്പോൾ തള്ള പറയും, വളിപ്പ് മണവും വന്നു, കളയാൻ പറ്റുമോ മോളെ? മോരൊഴിച്ച് കഴിച്ചു. ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, അതിന്റെ അമിനോ അമ്ലങ്ങൾ മാറും. അകത്തെത്തിയാൽ കേരളത്തിലെ പല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെയും ഗാസ്ട്രോ എൻട്രോളജിസ്റ്റിന് കൊയ്ത്താണ് ഈ ഭക്ഷണം കാരണം. ടാബ്ലറ്റ് വിഴുകുക, ഇത് വീണ്ടും കഴിക്കുക, ഗ്യാസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, പേരൊക്കെ കേൾക്കാൻ സുഖമാണ്. അതുകൊണ്ട് വല്ലതും ഉണ്ടെന്ന് പറഞ്ഞാൽ, കുടുംബസ്വത്തുണ്ടെന്ന് പറയുന്നതിനേക്കാൾ സുഖമുള്ള വാക്കാണ് എനിക്കിപ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റിസ്. ഇംഗ്ലീഷൊന്നും അറിയില്ലെങ്കിലും ലത്തീൻ ഭാഷയിൽ
മനോഹരമായി പറയാൻ പഠിച്ചിട്ടുള്ള ഇന്ത്യൻ നിരക്ഷരർ പോലും അഭിമാനത്തോടെ ശാസ്ത്രത്തെ പുൽകുന്നുവെന്ന് നമുക്കിപ്പോൾ സ്മരിക്കാം. ശരിയാണെങ്കിലേ സമ്മതിക്കാവൂ. പഴയ കാലത്ത് നോക്കുക, മൺകലത്തിലാണ് ചോറുണ്ടാക്കിയത്, കൽച്ചട്ടികളിലാണ് കൂട്ടാൻ വെച്ചത്. ചോറ് വെച്ച് വെച്ച് വൈകുന്നേരം എടുത്ത് ഉണ്ണാൻ നേരത്ത് നോക്കിയാൽ ഒരു തരി വെള്ളം അതിലില്ല. ഏറ്റവും വലിയ പ്രയോജനം ഒന്ന് തൊട്ടാൽ പൊട്ടുന്ന കലം, അടി പരന്നതല്ല, ഉരുണ്ടത്. വെച്ചാൽ ഉരുണ്ടുപോകും, കിഴിയും. ഒരു കല്ല് കൊണ്ടാൽ ആ ഭാഗം തുളയും. അത്തരമൊരു കലം ഒരു സ്ത്രീ തന്റെ 60 കൊല്ലത്തെ അടുക്കള ഭരണത്തിൽ പൊട്ടാതെ ഉപയോഗിക്കാൻ കഴിഞ്ഞുവെന്ന് പറഞ്ഞാൽ എത്ര ആരോഗ്യമുള്ളൊരു മനസ്സിന്റെ ഉടമയായിരിക്കും അവൾ. മോളെ, ഈ കലം അമ്മ എന്നെ ഏൽപ്പിച്ചതാണ്. മോളെ, ഈ കൽച്ചട്ടി എന്റെ അമ്മ എനിക്ക് തന്നതാണ്. 60 കൊല്ലം ഞാനിതുമായി പണിയെടുത്തു, ഇനി ഇത് നിന്റെ കയ്യിലേക്ക് തരിക എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ ഞാൻ ഇതുവരെ സൂക്ഷിച്ചൊരു മനസ്സെന്റെ കയ്യിലുണ്ട് മോളെ. നിനക്കോ കുഞ്ഞിനോ നിനക്കോ നിന്റെ സഹോദരനോ ഒരു പനി വന്നാൽ, നിന്റെ അച്ഛനൊരു പനി വന്നാൽ, ഞാൻ മുറ്റത്തു നിന്നൊരു ഇലനുള്ളി തന്നാൽ ആരോഗ്യമുള്ള എന്റെ മനസ്സിന്റെ സങ്കല്പം ഒന്ന് മതിയാവും ആ രോഗം പമ്പ കിടക്കാൻ. അതെനിക്ക് നേടിത്തന്നത് ഈ ഏകാഗ്രതയിൽ നിന്നാണ്. എന്റെ മനസ്സിനെ ഏകാഗ്രതയുടെ മുൾമുനയിൽ നിർത്തി ഞാൻ ഇക്കാലവും നേടിയ കുടുംബഭരണത്തിന്റെ ആസ്വാദ്യമായ തപസ്സിൽ നിന്ന്, വൈകാരികമായ സ്വാതന്ത്ര്യത്തിൽ നിന്നല്ല, ഇന്ദ്രിയങ്ങളെ അഴിച്ചുവിട്ട കാമരതിയിൽ നിന്നല്ല, മറിച്ച് മനസ്സിനെ അടക്കി നിർത്തി പലപ്പോഴും ആഹാരം കഴിക്കാതെ മറ്റുള്ളവരെ കഴിപ്പിച്ച് ഞാൻ നേടിയ ഏകാഗ്രതയിൽ നിന്ന്, എന്റെ കുടുംബഭരണത്തിൽ നിന്ന് എന്റെ മനസ്സിനെ സ്വസ്ഥവും സ്വച്ഛന്തവും സ്വരൂപാവസ്ഥിതിയുള്ളതുമാക്കിയെടുത്ത അനവദ്യ സുന്ദരങ്ങളായ നിമിഷങ്ങൾ, അത് ഈ ലോകത്തെവിടെ നടക്കുന്ന ഏത് കർമ്മവും ഏത് കാര്യവും എന്റെ കുടുംബത്തോട്, എന്റെ ബന്ധുക്കളോട്, എന്നോട് ബന്ധപ്പെട്ടവയാണെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്തിരുന്നറിയുവാനും, ഞാനൊന്ന് നുള്ളിത്തന്നാൽ സകല രോഗങ്ങളും അസ്തമിക്കുവാനും പര്യാപ്തമായ ഒരു മനസ്സെനിക്ക് തന്നു മോളെ. അത് തന്നത് ഈ കലങ്ങളാണ്, ഈ കൽച്ചട്ടികളാണ്. നിങ്ങൾ അലുമിനിയത്തിലേക്ക് മാറി, സ്റ്റീലിലേക്ക് മാറി, പക്ഷെ നിങ്ങളുടെ മനസ്സുകളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഏകാഗ്രതയൊന്നും ഇല്ലാതായി, കോമൺ സെൻസ് നഷ്ടപ്പെട്ടു. പക്ഷെ അടുപ്പ വെച്ചിട്ട് ഏത് സീരിയലും കാണാം, എവിടെയും ഇറങ്ങിപ്പോകാം. ദേഷ്യം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കുറേശ്ശെ ദേഷ്യം വരുന്നു. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ മനസ്സിന്റെ ഏകാഗ്രത കിട്ടണമെങ്കിൽ ആണായാലും പെണ്ണായാലും നല്ല തള്ളയ്ക്ക് പറയണം. പദം മനസ്സിലായോന്നറിയില്ല, മനസ്സിലായില്ല? അല്ല, ശരിക്ക് ഇതാണ് ജെൻഡർ. ജെൻഡർ ഇതാണ്. ഉപാധ്യായൻ ദശാചാര്യ ആചാര്യാണാം ശതം പിത സഹസ്രം തു പിതൃൻ മാതാഗൗരവേണാതിരിച്ചത്. സ്മൃതികാരനായ മനു, ഗൗരിയമ്മ കത്തിക്കാൻ പോയ സാധനം, അതിലെ വരികളായി. ഉപാധ്യായന്മാർ 10 പേര് ചേരുന്ന ഗൗരവം ഒരാചാര്യനുണ്ട്. 100 ആചാര്യന്മാരുടെ ഗൗരവം ഒരച്ഛനുണ്ട്. ഒരാചാര്യന്റെ ഗൗരവം അല്ല അച്ഛനുള്ളത്. 100 ആചാര്യന്മാര് ഒന്നിച്ചു വന്നാൽ എത്ര ഗൗരവമുണ്ടോ അത്രയും ഗുരുത്വം ഒരച്ഛനുണ്ട്.
1000 അച്ഛന്മാരുടെ ഗൗരവം ഒരമ്മയ്ക്ക്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സത്യം അമ്മയാണ്. അച്ഛൻ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ലോ. ശരിയല്ലേ? ശരിയല്ലേ? മാരേജ് ഇസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദി husband and wife, and a child who is born in the penal pendency of this contract is considered positively as the child of the husband. അങ്ങനല്ലേ? അതുകൊണ്ട് അമ്മ ലോകത്തിലെ ഏറ്റവും വലിയ സത്യമാണ്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് നല്ല അമ്മയ്ക്ക് പറയണം. പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുക, അടുത്ത ജന്മെങ്കിലും നേരെയായ നല്ല അമ്മയ്ക്ക് ഇതിന് ഇൻവേർട്ടർ കോമസ്. അസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യത നൈരുച്യം തനുശോഷണം മലമയീശയ്യാജ സംവത്സരി ഏകസ്യാവിന ഗർഭഭാര ഭരണ ക്ലേശസ്യ യസ്യ ക്ഷമോ ധാതും നിഷ്കൃതി മുന്നതോവി തനയസ്തസ്യൈ ജനനീ നമഃ. ആദിശങ്കരൻ നമസ്കരിക്കുന്നതാണ്. അമ്മയുടെ പാദങ്ങളിൽ അമ്മയെ പ്രസവ സമയത്തെ ശൂലം കൊണ്ട് കൊളുത്തിപ്പിടിച്ചാലത്തെ പോലൊരു വേദനയുണ്ട്. അതിരിക്കട്ടെ, ശങ്കരനെ അനുഭവിച്ചത്, അത് അനുഭവിച്ച പോലെ ശങ്കരൻ പറയുന്നത്. അതിരിക്കട്ടെ, അസാം അസതാം ഇരിക്കട്ടെ. ദുർവാരശൂലവ്യത, ദോഹത കാലത്തിൽ ഒന്നിനും രുചിയില്ല, അതും ഇരിക്കട്ടെ. ആഹാരം കഴിക്കുന്നതെല്ലാം എന്റെ ശരീരത്തിന് വേണ്ടി വലിച്ചെടുക്കുകയാൽ ശോഷിക്കും, അതും ഇരിക്കട്ടെ. തൻശോഷണം, ജനിച്ചു കഴിഞ്ഞാൽ മലമയീ ശയ്യാജ സംവത്സരി, എത്ര വർഷമാണ് മലത്തിലും മൂത്രത്തിലും കിടന്നത്. ഇന്ന് നിങ്ങൾ കിടക്കുന്നില്ലല്ലോ, നാപ്പിപ്പാടം അല്ലേ? കുട്ടിയുടെ മസ്തിഷ്കവും മസ്തുളങ്കവും ബ്രെയിനും ത്വക്കും ഒരേ വർണ്ണവസ്തുവാണ്. നിങ്ങൾ മുതിർന്ന ഒരാൾ, നല്ല പഠിപ്പുള്ള മുതിർന്ന തിരിച്ചറിവുള്ള ഒരാൾ മുണ്ടുടുത്ത് ഒരു കക്കൂസി പോയിക്കൊണ്ടിരുന്ന് പെട്ടെന്ന് ഓടിച്ചെന്ന് അവിടെ ഇരുന്നു, പോയി. ടാപ്പ് ഓൺ ചെയ്തപ്പോൾ വെള്ളമില്ല. അതിന്റെ വാതില് തുറന്ന് മുണ്ട് താത്തിയിട്ട് വന്ന് പുറത്തൊരാളോട് വെള്ളമില്ല എന്നൊന്ന് പറയുന്നതിനിടയിൽ നിങ്ങളുടെ മുഖത്തിന്റെ വൈവർണ്യം, നിങ്ങളുടെ അസിക്ത, പദം ഉപയോഗിക്കാവോ? ഈ പദം നിങ്ങൾക്ക് പരിചയമുള്ളതാണോ? ഒരു വല്ലാത്ത അസിക്ത, ഒരു അസ്വസ്ഥത, അത് ബാധിക്കുന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. ഒരു കുട്ടി രാവിലെ ഒരു നാപ്പിപ്പാടിനകത്ത് മലവും മൂത്രവും നിറഞ്ഞ് മണിക്കൂറുകളിരിക്കുക, മസ്തിഷ്കവും ത്വക്കും ഒരേ വർണ്ണവസ്തു കൊണ്ടായിരിക്കെ ആ ത്വക്കിനെ അത് പറ്റിയിരിക്കുക, അതിന്റെ മസ്തിഷ്കത്തിൽ എത്ര മാറ്റങ്ങളുണ്ടാവും. നിസ്സോഡാമും ഒക്കെ നിങ്ങൾ പഠിച്ചവരാണ്. പഠിക്കാത്ത അമ്മമാർ എന്തേ അത് ചെയ്യാത്തത്? അന്നായിരുന്നുവല്ലോ ഇത് അത്യാവശ്യം, കാരണം അത്ര പണിയുണ്ടായിരുന്നു. നിങ്ങളിൽ ആർക്കും തന്നെ കാര്യമായ പണിയില്ല. 3 മൊബൈലിൽ മാറി മാറി സൊള്ളലല്ലാതെ. കൊച്ചമ്മമാരെന്ന് നടിക്കുന്ന നിങ്ങൾ കുട്ടിയെ മഹാരോഗത്തിലേക്ക് തള്ളിയിടുമ്പോൾ അതിന് അവ ഉപയോഗിക്കുവാൻ നിങ്ങളെ ഡോക്ടർമാർ വരെ പ്രേരിപ്പിക്കുമ്പോൾ ആരോഗ്യശാസ്ത്രത്തെ നിങ്ങൾ പഠിച്ചത് സാമൂഹിക ആരോഗ്യത്തെ മുൻനിർത്തിയല്ല, വൈയക്തികാരോഗ്യത്തെയും മുൻനിർത്തിയല്ല. മലമയ്യായ ശയ്യയിലുള്ള വർഷങ്ങളോളമുള്ള ജീവിതം, ഇതൊക്കെ ഇരിക്കട്ടമ്മ, ഇതിനൊന്നും പ്രത്യുപകാരം ചെയ്യാൻ ഈ ഉള്ളവനാവില്ല. ഒരു കാര്യം, ദോഹത കാലത്തിൽ ചൂടാൻ മലരുപോലും ഭരമാകുന്ന ദോഹത കാലത്തിൽ എന്റെ മൂത്ത സഹോദരങ്ങളെയും അച്ഛനെയും അച്ഛന്റെ സഹോദരങ്ങളെയും ഒക്കെ അമ്മ പരിപാലിക്കുകയുണ്ടായി. ഗർഭഭാര ഭരണം, ആ ക്ലേശത്തിന് മാത്രം. ഇതാ ഈ ഉള്ളവന്റെ ഒരു നമസ്കാരം. അതുകൊണ്ടാണ് പറഞ്ഞത് അമ്മ നിസ്സാരമല്ല.
മറന്നുപോയാൽ നിങ്ങൾ രോഗികളാവും. ശങ്ക അല്പവും വേണ്ട. ആഹാരം പാചകം ചെയ്യുന്നിടത്ത് ആഹാരത്തിനകത്ത് ഉണ്ടാകുന്ന സൂക്ഷ്മോപജീവികൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയൊക്കെ വളഞ്ഞത്. കൂടാതെയുണ്ട്, അലുമിനിയം പാത്രത്തിലും മറ്റും ഉണ്ടാക്കിയാൽ സാധാരണ ചോറ് വെച്ചാൽ അലുമിനിയം ഓക്സൈഡ് ഉണ്ടാവും. കുടംപുളി, വാളംപുളി, തക്കാളിയൊക്കെ വേവിച്ചാൽ അലുമിനിയം ക്ലോറൈഡും ക്ലോറേറ്റും സൾഫൈഡും സൾഫേറ്റും എല്ലാം ഉണ്ടാവും. അലുമിനിയത്തിന്റെ എല്ലാ ബേസിക് സോൾട്ടും എല്ലാ ആസിഡിക് സോൾട്ടും ട്യൂമർ ആക്ടിവിറ്റി ഉള്ളതാണ്. 3 വിധമായ ദോഷങ്ങൾ, 2 വിധമായ കണ്ടാമിനേഷനുകളുള്ള ഭക്ഷണമാണ് നിങ്ങളുടെ ആധുനിക ജീവിതം നിങ്ങൾക്ക് തരുന്നത്. ഇതിനെ മുഴുവൻ കണക്കിലെടുത്തുകൊണ്ട് എണ്ണമറ്റ സൂക്ഷ്മോപജീവികളെ, അപ്സരകൾ, അത്രികൾ, ഇവയെല്ലാം അഥർവവേദം കൃത്യമായി പേരും അവയുടെ പ്രയോഗങ്ങളും അവയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ഔഷധങ്ങളും സഹിതം പറഞ്ഞിട്ടുണ്ട്. ആ അഥർവവേദത്തെയും ഋഗ്വേദത്തെയും യജുർവേദത്തെയും ആസ്പദമാക്കി അതിന്റെ പ്രാതിശാഖ്യങ്ങളും അതിനോടനുബന്ധിച്ചു വന്ന അനുഷ്ഠാനങ്ങൾ ഉൾക്കൊള്ളുന്ന ആന്വികങ്ങളും അതിനനുസരിച്ചുള്ള സന്ധ്യാവന്തന രീതികളും എല്ലാം വലിച്ചെറിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഒരു തലമുറ ദുരുപദിഷ്ടവും ദുർഗ്രാഹ്യവുമായ ഈ മഹാരോഗങ്ങളുടെ രംഗവേദികളിലേക്ക് പതിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും ബ്രാഹ്മണരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതും കേരള ബ്രാഹ്മണർ. കൂടുതലും യജുർ വേദികളും ഋഗ് വേദികളും സാമവേദികളില്ലെന്നാണ് എന്റെ ധാരണ. കൂടുതലും അശ്വലായനന്മാരും ബൗദ്ധായനന്മാരും. പ്രത്യേകിച്ചും ഗോത്ര സംസ്കൃതിയുടെ അനിർവചനീയമായ പാരമ്പര്യങ്ങൾ പേറിയവർ, ഗോത്രസ്മൃതി ഉണർത്തുന്ന ഉത്തമ സംസ്കാരങ്ങൾക്ക് വിത്തിട്ട മണ്ണിൽ നിന്ന് വന്നവർ. പക്ഷെ നിങ്ങൾ കളഞ്ഞു കുളിച്ചത് ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ടുകൂടിയാണ് വിഷയം ഞാൻ മെല്ലെ ഈ പ്രാചീനതയിലേക്ക് മാറ്റിയത്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം പാരമ്പര്യ പ്രതിഷ്ഠിതമായ ഏതോ സ്മൃതികളുടെ അവാച്യങ്ങളായ മാധുര്യം നുകരുന്ന ആ മഹാസത്യങ്ങൾ ഒരു പുനർജനി കിടവരുത്തുമെങ്കിൽ ഈ നാട് ഒട്ടുവളരെ രോഗങ്ങളിൽ നിന്ന് മുക്തമാവും, ഒട്ടുവളരെ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും. അഭിമാനം വെടിഞ്ഞ് നിങ്ങളെ അതൊന്ന് ഓർമ്മിപ്പിക്കുവാൻ, പൂർവസ്മൃതികളെ തള്ളിക്കളഞ്ഞ് ഏതോ സൗഭാഗ്യങ്ങൾ തേടി കനീഭവിച്ച പുറന്തോടുമായി ആധുനികതയിലേക്ക് നീങ്ങിയ നിങ്ങൾ ഒരിക്കൽ നിങ്ങൾക്ക് ശിരസിലേക്കിയ ഈ മഹാഭാണ്ഡവും പേറി അകല നദിക്കരയിലെങ്ങോ കാത്തിരിക്കുന്ന ഒരു കരുത്ത മുക്കുവനെ തേടി പോകേണ്ടി വരും. കാരണം ആ മുക്കുവത്തിയുടെ അംശാവതാരത്തിൽ നിന്നാണല്ലോ നിങ്ങളുടെ സംസ്കൃതി ആദിമരൂപം കൊണ്ടത്. ഒരു ഗോത്ര സംസ്കൃതിയെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ വിവാഹത്തിൽ മീൻ പിടിക്കുന്നുമുണ്ടല്ലോ. എവിടെയെങ്കിലും എനിക്ക് തെറ്റിയാൽ നിങ്ങൾക്ക് തിരുത്താം. അതുകൊണ്ട് ഒരു തിരുത്തലിന് വിധേയമാകുമെങ്കിൽ നിങ്ങൾ ഇതാണ് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആധുനികമായതെല്ലാം പഠിക്കണം, അവയെ ഇതിനോട് താരതമ്യം ചെയ്യാം. അതിന്റെ ഈടുവയ്പ്പുകളിലെങ്കിലും എവിടെയെങ്കിലും പണമുണ്ടാക്കാനല്ലാതെ ജീവിത യാഥാർത്ഥ്യത്തിന്റെ ഒരംശമെങ്കിലും ഉണ്ടോ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും ബോധ്യപ്പെടാൻ. പണത്തിന് നിങ്ങൾ അതിനെ തന്നെ സമീപിക്കുകയും വേണം. പക്ഷെ ഈ ജീവിത യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ അവ പര്യാപ്തമല്ലെന്ന് നന്നായി നിങ്ങൾക്ക് ബോധ്യമാവും ഒരു പഠനം കൊണ്ട് തന്നെ. അതുകൊണ്ടുകൂടിയാണ് ഈ സന്ധ്യയിൽ ഇങ്ങനെ പറഞ്ഞുപോയത്.
അധർവണത്തിന്റെ അന്തസ്ഥ തലങ്ങളിൽ ഓരോ സമയത്തുമുണ്ടാകുന്ന, ഓരോ ദേശത്തുമുണ്ടാകുന്ന, ഓരോ അവസ്ഥയിലുമുണ്ടാകുന്ന ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികളെക്കുറിച്ച്. ഏ ദൃഷ്ടാഹ അദൃഷ്ടാഹ, കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്തോ പിന്നെ എങ്ങനെ കണ്ടു? ആയുർവേദത്തിൽ ചരകനും സുശ്രുതനും ഒക്കെ ഇതിന് ശക്തമായൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നോക്കുമ്പോൾ കാണാം, നിങ്ങൾക്ക് കാണാനാവില്ല. അപാദ വൃത്ത താമ്രാശ്ച എന്ന് തുടങ്ങി കിഞ്ചിത് അദർശനാഹ. അപാദകൾ കാലില്ലാത്തവ, വൃത്താകാരത്തിലുള്ളവ, ചെമ്പിന്റെ നിറത്തിലുള്ളവ, അദർശനകൾ. രക്താണുക്കളെ പറ്റി പറഞ്ഞപ്പോഴാണ്. എന്നിട്ട് നിങ്ങളുടെ പിള്ളേര് പോയിരുന്ന വില്യം ഹാർവി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അഭിമാനിക്കുമ്പോ സ്വന്തം തന്തയെയും തള്ളയെയും പാരമ്പര്യത്തെയും മറക്കുന്ന നിങ്ങൾക്ക് എവിടെയാണ് മോക്ഷം കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നല്ലപോലെ ആലോചിച്ച് നോക്ക്. ശരിക്കും രക്തത്തിന്റെ അണുക്കൾ ഇന്നതാണ്. എങ്ങനെയാണ് കണ്ടത്? ഞങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കാണാനാവില്ല എന്ന് സുശ്രുതനും മറ്റും എഴുതി വെക്കുമ്പോൾ ആ വൈഖരികളുടെ ശക്തി എന്തായി? വെറുതെ പറഞ്ഞതാണോ? ഗ്രന്ഥങ്ങളെടുത്ത് പഠിക്കും, അഥർവം പോയി വാങ്ങിക്ക്. ആ വിചാരമല്ലതിലെ ക്രിയ. അതിൽ ഓരോ ഋക്കും സുസൂക്ഷ്മം, സശ്രദ്ധം വായിച്ചു നോക്കും. തൈത്തരീയ ആരണ്യകത്തിലും തലവക ബ്രാഹ്മണത്തിലും മറ്റും കിടക്കുന്ന അന്നപ്രശംസയുടെ രംഗവേദിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ അന്നമയം അന്നം കൊണ്ട് പുഷ്ടി പ്രാപിക്കുന്നതാണ്. അന്നത്തിൽ നിന്നുണ്ടാകുന്ന, അന്ന ദുരുപയോഗത്തിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളുടെ പട്ടിക പഠിച്ചു നോക്കാം. നിങ്ങൾ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് എത്തിയിരിക്കുന്ന തന്ത്രിയും പൂജാരിയുമായിരുന്നാൽ പോലും അതിനുമുമ്പ് പോയി കുളിക്കാതെയും പല്ല് തേക്കാതെയും അടുത്ത കടയിൽ വെച്ച് ചായയും കാപ്പിയും ഒക്കെ കുടിക്കും. അതൊക്കെ പുരോഗതിയുമാണ്. ജനകീയ തന്ത്രി, ജനകീയ ശാന്തിക്കാരൻ, ജനപ്രിയ പോലീസ് എന്ന് പറഞ്ഞു. എത്ര പേരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. എത്ര ശുചിത്വം പാലിക്കേണ്ടതാണ്. ഏത് തരത്തിൽ കാര്യങ്ങളെ കാണേണ്ടതാണ്. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചു. ഈ രംഗത്തൊന്നും ഞാൻ ഉൽപ്പതിഷ്ണമല്ല, തികഞ്ഞ യാഥാസ്ഥിതികതയാണ് ഞാൻ പറയുന്നത്. എന്തും നിങ്ങൾക്ക് തോന്നാം, ഒരു ചുക്കുമില്ല. സാമൂഹിക ആരോഗ്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ സമൂഹ തലങ്ങളിൽ ഉത്തരവാദിത്വമുള്ള മനുഷ്യൻ, അവനിലൂടെയാണ് ഒരു ജനതയുടെ ആരോഗ്യമെന്ന് കരുതി മര്യാദാമസൃണമായി പ്രവർത്തിക്കണം എന്നും രോഗാണുക്കളുടെ വാഹകത്വവും രോഗാണുക്കളുടെ ഉൽപാദനവും തന്നിലൂടെ ആവരുതെന്നും ആ ഉത്തരവാദിത്വമുള്ളവൻ കരുതണം. ഭിഷഗ്വരന്മാർ, പുരോഹിതന്മാർ, സ്ത്രീകൾ, ഇവരൊക്കെയാണ് ഈ ഉത്തരവാദിത്വത്തിന്റെ നെറുകയിലുള്ളവർ. മനസ്സിലായില്ല? ഒരു വീട്ടിലെ എല്ലാവരുടെയും ആരോഗ്യത്തോട് ബാധിക്കുന്നത് പുരുഷനേക്കാളേറെ അന്നമുണ്ടാക്കുന്നിടത്ത് സ്ത്രീയാണ്. അവളുടെ കൈക്കും കാലിനും നാവിനുമൊക്കെ നല്ല പരിശുദ്ധി ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഭിഷഗ്വരന്മാർ, എല്ലാ രംഗത്തുമുള്ള വൈദ്യന്മാർ, ഡോക്ടർമാർ, അവരുടെ ശുദ്ധി അത്യന്തം ഉണ്ടായിരിക്കേണ്ട രംഗമാണ്. പുരോഹിതന്മാർ, അവരൊന്നും രോഗവാഹകരെങ്കിലും ആയിക്കൂടാ. സാമൂഹ്യ തലങ്ങളിൽ ഈ രംഗങ്ങളെല്ലാം ഇന്ന് ജനകീയമാണ്. അതുകൊണ്ട് ഇവരെല്ലാം ഇന്ന് വളരെ രോഗവാഹകരാണ്. എത്ര ആലോചിച്ചിട്ടാണ് ഈ പദ്ധതികൾ അവർ രൂപപ്പെടുത്തിയത്.
പുരുഷന്റെ ബീജത്തെ സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്ന് തിന്നു നശിപ്പിക്കുന്ന അണുകൃമികൾ വരെ അഥർവത്തിന്റെ ചർച്ചയിലുണ്ട്. ഈ അണുകൃമികളുടെ നാശത്തിനുള്ള ഔഷധങ്ങളുമുണ്ട്. ആല്, ഫൈക്കസ് റിലീജിയോസ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്നയാൾ, അരയാൽ ഒട്ടു വളരെ അണുക്കളെ കൊല്ലുന്നവയാണെന്നാണ് ഈ വേദം പറയുന്നത്. അതിന്റെ വേര്, അതിന്റെ തോല്, അതിന്റെ ഇല, 4 പ്രസിദ്ധങ്ങളായ ആലുകളുടെയും 5ാമത്തെ ആലിന്റെയും തോല് പ്രസിദ്ധമാണ്. 4 സർവത്ര പ്രസിദ്ധം. 40മരമെന്ന് നിങ്ങളുടെ നാടുകളിൽ പറയും. ഇപ്പൊ അത് ഒരേ മരത്തിന്റെ 4 വശത്തുനിന്നും ചെത്തി ഉണ്ടാക്കുക. അരയാല്, പേരാല്, അത്തി, ഇത്തി. കല്ലാലെന്ന് ഒരെണ്ണമുണ്ട്, അതാണ് 5ാമത്. ഇത് വളരെ പ്രസിദ്ധങ്ങളാണ്. അതിന്റെ പ്രസിദ്ധിക്ക് മറ്റു ചില കാരണങ്ങളുമുണ്ട്. അതിലാണ് ഉത്തമമായൊരു ഷഡ്പദമുണ്ട്, ഫൈക്കസ് വർഗത്തിൽപ്പെട്ട. അതിന്റെ ബീജമാണ് ഹോമത്തിൽ പുകയുമ്പോൾ ഒട്ടു വളരെ ആരോഗ്യത്തെ തരുന്നത്. അതിന്റെ ബീജമാണ് പേരാലിന്റെ മൊട്ട് കഷായം വെച്ച് കഴിക്കുമ്പോൾ സ്ത്രീയുടെ ആർത്തവത്തെയും പുരുഷന്റെ ബീജശേഷിയെയും ഒരുപോലെ നന്നാക്കുന്നത്. ആല് എല്ലാ കൃമികളെയും നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റിയതാണ്. വിഭീതകം, താന്നിക്കാന്ന് കേട്ടിട്ടുണ്ടാവും. ത്രിഫല മൊത്തം, താന്നിക്ക, നെല്ലിക്ക, കടുക്ക അണുനാശകമാണ്. ഏറ്റവും ശ്രദ്ധേയമായ അണുനാശകങ്ങളാണ്. മഴ എത്തുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിന് പ്രത്യേകതയുണ്ട്. ഉത്തരായനം, ദക്ഷിണായനം എന്ന് 2ആയി തിരിച്ചിട്ട് അതിൽ ഋതുക്കളെ 3 അങ്ങനെ 6 പഠിപ്പിക്കുമ്പോൾ കേരളം ഒഴിച്ചുള്ള ഭൂപ്രദേശത്തെ ഋതുചംക്രമണമല്ല കേരളത്തിൻ്റെത്. വർഷകാലം ചിങ്ങം കഴിയുമ്പോഴാണ് മറ്റു ഭൂവിഭാഗങ്ങളിൽ തുടങ്ങുന്നത്. കേരളത്തിൽ അത് ഇടവപ്പാതിക്ക് തുടങ്ങും. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ രോഗങ്ങൾ കൂടുവാൻ സാധ്യതയുള്ളത് എന്നറിഞ്ഞ് ഒരു വ്യവസ്ഥാപിതമായ രീതി, മറ്റു രാജ്യങ്ങളിലെ രീതിവിധാനം ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിച്ചു നോക്കിയാലൊന്നും ആരോഗ്യത്തെ നിലനിർത്തുവാനാവില്ല. ഇവിടുത്തെ ഭൂമിക്ക് പ്രത്യേകത കൂടുതലുണ്ട്. മറ്റു ഭൂവിഭാഗങ്ങളിൽ ക്ഷേത്രം ഒരിക്കലും മാംസാദികൾ ഇവ വേവിക്കാത്ത കേരളീയ കെട്ടിടങ്ങളിൽ മാത്രമേ കിഴക്ക്, തെക്ക് കിഴക്ക് പാചകശാലകൾ ഉണ്ടാക്കിയിരുന്നുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. അഗ്നികോൺ തെക്ക് കിഴക്കാണ്, തിടപ്പള്ളി തെക്ക് കിഴക്കാണ്. ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ വീടുകൾക്ക് വടക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോ ഒക്കെയാണ് വെക്കുന്നത്. എന്തേ ഈ മാറ്റം? കേരളത്തിന്റെ ഭൂപ്രകൃതി, കേരളത്തിന്റെ ആവാസ വ്യവസ്ഥ കേരളത്തിന് വെളിയിലുള്ള ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് ആ വ്യത്യാസത്തെ അംഗീകരിച്ച് കേരളീയന്റെ ആരോഗ്യത്തെ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ മറ്റു ദേശങ്ങളുടെ കണ്ടെത്തലുകൾ മാത്രം മതിയാവില്ല. ഇവിടെ ഔഷധ കൽപ്പനയിൽ പോലും കേരളത്തിന് പ്രത്യേകമായ ഒരു സ്ഥിതിവിശേഷമുണ്ടെന്നറിഞ്ഞ് സാമാന്യബോധമുള്ള ഭിഷഗ്വരന്മാർ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചില്ലെങ്കിൽ ആരോഗ്യം നിലനിർത്താനാവില്ല. അവയെ എങ്ങനെ വേദങ്ങൾ, എങ്ങനെ പുരാണങ്ങൾ
എങ്ങനെ തന്ത്രാഗമങ്ങൾ കൈകാര്യം ചെയ്യുന്നു, ഭാരതദേശത്തിന്റെ മൊത്തത്തിലുള്ള പ്രകൃതിയോട് ബന്ധപ്പെട്ട് എന്നും പഠിക്കുന്നത് ഉചിതമാണ്. മൊത്തത്തിൽ എങ്ങനെയെന്നും പഠിക്കുന്നത് ഉചിതമാണ്. കൃമിജങ്ങളായ രോഗങ്ങളിൽ, എന്റെ അറിവ് ശരിയാണെങ്കിൽ നിങ്ങൾ ബിഷഗ്വരന്മാർ കാണും, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചുകൊള്ളുക. ലോകത്ത് 50 കമ്പനികളാണ് വൈറസുകളെ നേരിടാൻ മുമ്പ് ഗവേഷണം നടത്തിയിരുന്നത്. ഇന്നുവരെ ഒരു വൈറസിനെ പോലും ഉന്മൂലനം ചെയ്യുവാനുള്ള ശക്തമായ ഒരു ഔഷധം ഈ ഗവേഷണങ്ങളുടെ ഫലമായി കണ്ടെത്തിയിട്ടില്ല. ഒന്നിനെ പോലും. ആകെ ഒരു ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ പറ്റിക്കാനുണ്ടാക്കുന്നുവെന്നല്ലാതെ, പറ്റിക്കാനെന്ന പദം ഞാൻ വെറുതെ ഉണ്ടാക്കിയതല്ല, സ്ഥാവരങ്ങളോ ജംഗമങ്ങളോ ആയ വിഷങ്ങൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ ധാതുക്കളിൽ പരിണാമം ഉണ്ടാവും. ഒരു പാമ്പ് കടിച്ചാൽ ധാതുക്കളിൽ പരിണാമം ഉണ്ടാവും. ഒരു ചേർക്കുരു തിന്നാൽ ധാതുവിന് പരിണാമം ഉണ്ടാവും. മൂത്രമൊക്കെ നിന്നുപോകും. സ്ഥാവര വിഷങ്ങളായ രസം, മർക്കുറി, സ്ഥാവര വിഷങ്ങളായ ലെഡ്, സ്ഥാവര വിഷങ്ങളിൽപ്പെട്ട ചേർക്കുരു, കാഞ്ഞരക്കുരു, ഇവയൊക്കെ ശരീരത്തിലെത്തിയാൽ വളരെ ധാതു പരിണാമങ്ങളുണ്ടാവും. ജംഗമങ്ങളായ വിഷങ്ങൾ, പാമ്പ് കടിച്ചാൽ ഒക്കെ മാറ്റം ഉണ്ടാവും. ഇതിനെ പ്രാചീനർ വിഷശാസ്ത്രം എന്ന പേരിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. ആക്റ്റീവ്, പാസീവ് എന്ന 2 തരത്തിൽ ഉള്ള നിങ്ങളുടെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമുകൾ, അതിൽ സ്ഥിരം വേർതിരിച്ചും മറ്റും ഉണ്ടാക്കുന്ന വസ്തുക്കൾ മനുഷ്യ ശരീരത്തിലേക്ക്, രക്തത്തിലേക്ക് മറ്റ് കടത്തിവിടുമ്പോൾ ഒരു വിഷവസ്തുവിനെയാണ് കടത്തിവിടുന്നത് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ. ആ വിഷവേഗങ്ങളെയും, ആ വിഷം ഇന്ന് ജീവിച്ചിരിക്കുന്നവൻ അവന്റെ ജീവിതായോധനത്തിനിടയ്ക്ക് ഒരു കുട്ടിയെ ജനിപ്പിക്കുമ്പോൾ കുട്ടിയിലേക്കും കുട്ടിയുടെ കുട്ടിയിലേക്കും ജനിതക കൈമാറ്റത്തിലൂടെ എങ്ങനെ ബാധിക്കുന്നു എന്നുവരെയുള്ള പഠനങ്ങൾ അവിടെയില്ല. മറിച്ച് നിങ്ങൾ സുശ്രുതനെയും ചരകനെയും വാഗ്ഭടനെയും നോക്കുക. അവിടെയുണ്ട് ബീജവും ബീജഭാഗവും ബീജഭാഗ അവയവവും അതിൽ വരുന്ന പരിണാമഭേദങ്ങളും കൃത്യമായി അത് വെച്ചുകൊണ്ടാവാം. അതിനെ ആസ്പദമാക്കി ബലമുണ്ടാക്കേണ്ടുന്ന, രോഗങ്ങളെ അതിജീവിക്കുവാൻ ഔഷധങ്ങളെ അല്ല ശരണം പ്രാപിക്കേണ്ടത്, സ്വന്തം ബലത്തെയാണ്. ബലമുള്ള കുഞ്ഞിനെ പ്രസവിക്കുക വിദ്യാഭ്യാസമുള്ള സ്ത്രീക്ക് അസാധ്യമായിരിക്കുന്നു. പഴയ സ്ത്രീകൾ 4 മുതൽ 10 വരെയാണ് പ്രസവിച്ചത്. ഒരു ജാഥയ്ക്കുള്ള പിള്ളേർ പ്രസവിച്ചിട്ട് യൂട്രസിന് ഫൈബ്രോയിഡും ഓവറിയിൽ സിസ്റ്റുമൊന്നും ഇന്നത്തെ പോലെ ഉണ്ടായില്ല. യൂട്രസ് താങ്ങില്ല. സൃഷ്ടി കേന്ദ്രങ്ങൾ ദുഷിച്ചില്ല. ആക്ടിവിസം വികസിച്ചതോടുകൂടി 35 വയസ്സാകുമ്പോഴേക്ക് ഏത് ജാതിയിൽ, ഏത് മതത്തിൽപ്പെട്ട സ്ത്രീയായാലും ശരി, സ്ത്രീയുടെ സൃഷ്ടി കേന്ദ്രങ്ങൾ ദുഷിക്കുന്നു. എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ താറുമാറാകുന്നു. തൈറോയിഡ് ശിഥിലമാകുന്നു. ഹൈപ്പോതൈറോയിഡിസത്തിന്റെയും ഹൈപ്പർ തൈറോയിഡിസത്തിന്റെയും രംഗവേദിയിലാണ് ഇന്ന് സ്ത്രീ. യൂട്രസും ഓവറിയും സർവിക്സും ബ്രസ്റ്റും ഒരു മഹാചോദ്യമായി മാറുന്നു. ഇവിടെയൊക്കെ ഉണ്ടാകുന്ന വിഷവേഗങ്ങളെയും അണുകൃമികളെയും നേരിടുവാൻ എങ്ങനെ നിങ്ങളുടെ ക്ഷേത്രം ഉപയോഗിക്കും, അവിടുത്തെ പ്രസാദങ്ങൾ ഉപയോഗിക്കും, അവിടുത്തെ ആരാധനാ സമ്പ്രദായങ്ങൾ ഉപയോഗിക്കും, അവയോട് ബന്ധപ്പെടുത്തി നക്ഷത്രവൃക്ഷങ്ങളും അവയുടെ ഇലയും തോലും കായും ഉപയോഗിക്കും. അവയോട് ബന്ധപ്പെടുത്തി നിങ്ങൾ അതിന്റെ ചുറ്റുമായി വളർത്തിയെടുക്കുന്ന വേദാന്വിതങ്ങളായ സസ്യങ്ങളെ ഉപയോഗിക്കും. ദശപുഷ്പങ്ങളും മറ്റും. അതുകൊണ്ട് ദശപുഷ്പങ്ങൾ നിങ്ങളുടെ തിരുവാതിരകളെ അലങ്കരിച്ചിരുന്ന
വീട്ടില് വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി കയറിയാൽ ഗോത്ര സൂത്ര നാമാദികളിലൊക്കെ ഭർത്തൃ സവിധത്തിലേക്കൊരു പെൺകുട്ടി എത്തിയാൽ പഴയകാലത്ത് ആ തിരുവാതിരയെ ആഘോഷിക്കും. കൊണ്ടോന്ന് എനിക്കറിയില്ല. ഗർഭാധാനമെന്നൊരു സംസ്കാരം അത് കഴിഞ്ഞുണ്ടാവും. വിവാഹം തന്നെ ഒരു സംസ്കാര കർമ്മമാണ്. വിവാഹം ആരോഗ്യമുണ്ടാകേണ്ടുന്ന ഒരു സംസ്കാരമാണ്. നിങ്ങൾക്ക് വിവാഹം ഇന്ന് സംസ്കാരമല്ല, കാമമാണ്. സംസ്കാരമെന്ന് ഞാൻ ഉപയോഗിച്ചത് അസഗോത്രയെയും അസപിണ്ടയെയുമേ വിവാഹം കഴിക്കാവൂ. സഗോത്രയെയും സപിണ്ടയെയും വിവാഹം കഴിച്ചുകൂടാ. ആരോഗ്യം മാത്രമാണ് അതിന് കാരണം, മറ്റൊന്നുമല്ല. അതൊക്കെ ഇന്ന് നിങ്ങൾ കൈവിട്ടിരിക്കുന്നുവെന്നാണ് എന്റെ തോന്നൽ. സഗോത്ര വിവാഹങ്ങൾ കേരളത്തിന്റെ അന്തരീക്ഷത്തിലെ എല്ലാ ജാതി മതസ്ഥരും എന്ന് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അസഗോത്രയും അസപിണ്ടയുമായിരിക്കണം. മാത്രമല്ല, പുണ്യാഹം, ലാജഹോമം, സപ്തപതി, വാണിഗ്രഹണം ഇവയൊക്കെ വിജയാവണ്ണം ഉണ്ടായിരുന്നു. ഇവയൊന്നും ഇന്ന് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങള് പുണ്യാഹം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 5 പേര്, ഒരു യജമാനനും 4 ഋത്വിക്കുകൾ, അതിൽ സമാധിയിലെത്തിയ മനസ്സുകൾ. ആ ജലമെല്ലാം പവിത്രമാക്കാൻ പോകുന്നതാണ്. ഈ ശാസ്ത്രജ്ഞരാരെങ്കിലും അകത്തിരിപ്പുണ്ടെങ്കിൽ രാമേശ്വരത്തെ തന്ത്രിയും നിങ്ങളുടെ പഴയ പ്രസിഡന്റ് ഒരു ശാസ്ത്രകാരനാണെന്ന് തോന്നുന്നു, അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ അച്ഛനുമായി സംസാരിക്കുവാൻ. അച്ഛനിങ്ങനെ വെള്ളം ജപിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അതേക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ ശാസ്ത്രത്തിന് മനസ്സിലാവില്ലാത്ത പലതും ഇതിലുണ്ട് എന്ന് പറഞ്ഞത് അദ്ദേഹം അഗ്നിച്ചിറവുകൾ എന്ന പുസ്തകത്തിൽ അങ്ങനെ ഉണ്ടെന്ന് സമ്മതിച്ചെഴുതിയിട്ടുണ്ട്. ആ ജലമാണ് ആദ്യം ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാലാണ് സഹോദരൻ ലാജം ഹോമിക്കുന്നത്, ഗോത്രാദി മാറുന്നത്. അത് കഴിഞ്ഞാൽ സപ്തപതിയെ ശുഭേച്ഛ, സുവിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്തി, പദാർത്ഥാഭാവനി, തുര്യക എന്ന 7 പടവുകളിലേക്ക് നിന്നെ ഞാനിതാ കൈപിടിച്ചുയർത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വധുവിന്റെ വലത്തേക്കാൽ വരൻ പിടിച്ച് ചുവടുകൾ വെപ്പിക്കുന്നത് പ്രതിജ്ഞാപൂർവമാണ്. നിന്നെ ഞാൻ സ്വീകരിക്കുമ്പോൾ എന്റെ അറിവിലൂടെ നിന്നെ ഞാൻ ശുഭേച്ഛയിലൂടെ കൊണ്ടുപോകും. ഇന്ദ്രിയങ്ങളുടെ ലോകങ്ങളിലൂടെയല്ല, സുവിചാരണയിലൂടെ കൊണ്ടുപോകും. തനുമാനസയിലൂടെ കൊണ്ടുപോകും. മനസ്സിന് തനുത്വമുണ്ടാവും. സൂക്ഷ്മമാക്കും നിന്റെ മനസ്സിനെ ഞാൻ. സത്വാപത്തിയിലൂടെ നിന്നെ ഞാൻ ഏറ്റിക്കൊണ്ടുപോകും. നിന്റെ മനസ്സിനെ ഞാൻ അസംസകൃതമാക്കും, ആഗ്രഹങ്ങളില്ലാത്തതാക്കും. അതിന്റെ ഔന്നത്യത്തിൽ പദാർത്ഥങ്ങളുടെ അഭാവം നിനക്ക് ബോധ്യമാവും. പദാർത്ഥാഭാവനി, ഈ കാണുന്ന വിഷയലോകങ്ങളൊന്നും ഇല്ലാത്തതാണെന്നുള്ള സുദൃഢമായ അനുഭവം നിനക്ക് ഞാൻ ഉണ്ടാക്കിത്തരും. നിന്നെ ഞാൻ തുര്യകയിൽ ആനന്ദിപ്പിക്കും. സച്ചിദാനന്ദത്തിന്റെ അതുല്യ ലോകങ്ങളിൽ നിന്നെ ഞാൻ അനുഭവിപ്പിക്കും എന്ന് സപ്തപതിയിലൂടെ പ്രതിജ്ഞ ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകും. അത് കഴിഞ്ഞാണ് മുമ്പ് പറഞ്ഞതും ഗർഭാധാനവുമെല്ലാം. അതും ഒരു സംസ്കാരമാണ്, കാമനയല്ല. പിന്നെയാണ് അങ്ങോട്ട് സീമന്തവും എല്ലാമെല്ലാം.
ജാതകർമ്മവും ഉപനയനവും എല്ലാം ഉപനയനത്തിൽ വെച്ചാണ് ഗുരുവായ ആചാര്യനായ പിതാവ് പുത്രനെ മൃത്യുവിന് കൊടുക്കുന്നത്. മൃത്യു ഒരു ആചാര്യസ്ഥവ. നിന്റെ ആചാര്യൻ മൃത്യുവാകുന്നു, നിന്നെ ഞാൻ മൃത്യുവിന് കൊടുക്കാൻ പോകുന്നു. നീ മൃത്യുമുഖത്തേക്ക് പോകുന്നു. 3 പകലുകൾ 3 രാവുകൾ ആഹാരവും ഉറക്കവും വെടിഞ്ഞ് മൃത്യുമുഖത്തെത്തി മൃത്യുവുമായി സംവദിച്ച് തന്റെ പിതാവിനെ കൂടി മോക്ഷത്തിലെത്തിക്കുവാൻ മൃത്യുവിൽ നിന്ന് വരവും വാങ്ങി മൃത്യുദർശനനായി തിരിച്ചു വരിക. ഈ സംസ്കാര കർമ്മങ്ങളോടുകൂടിയാണ് പ്രാചീനർ ജീവിച്ചത്. അതെല്ലാം ആരോഗ്യശാസ്ത്രത്തെ കരുതിയാണ്. അത്യന്തം ആരോഗ്യത്തെ കരുതി ഓരോ ആഹാരവും. ഇന്ന് നിങ്ങൾ എന്തും കഴിക്കും. അമേരിക്കയിലെ സായിപ്പോ മദാമയോ വിസർജിച്ചത് നല്ല ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് നന്നായി വരട്ടി വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് നിങ്ങളുടെ വീട്ടിലെത്തിയാൽ നല്ല അമേരിക്കൻ മുട്ടായി എന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് പുറത്തേക്കെടുത്താൽ അത് ഒഴുകിപ്പോകുന്ന പരുവത്തിൽ അത് എടുത്ത് കടലാസ് പൊളിച്ച് മക്കളുടെ വായിലിട്ട് കൊടുത്ത് കടലാസ് നിങ്ങൾ നോക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. മറിച്ച് ഇന്നലെ സ്വന്തം സഹോദരന്റെ വീട്ടിൽ നിന്നൊരു ഭക്ഷണം കൊണ്ടുവന്നാണ്. അത് എത്ര ദൂരം കൊണ്ടുവന്നു? വഴിക്ക് തുറന്നാണോ കൊണ്ടുവന്നത്? വഴിക്ക് എന്തെല്ലാം അതിൽ സ്പർശിച്ചു? എത്ര സ്ഥലങ്ങൾ കടന്നാണത് വന്നത്? കടക്കുന്ന വഴികളിലെ നദികൾ എത്ര? കടക്കുന്ന വഴികളിലെ ശ്മശാനങ്ങൾ എത്ര? അതാരാണ് കൊണ്ടുവന്നത്? ആരെല്ലാം കൈമാറിയാണ് കൊണ്ടുവന്നത്? എവിടെയൊക്കെയാണ് അത് വെച്ചത്? അത് കഴിക്കാൻ ഉപയുക്തമാണോ എന്ന് നോക്കാതെ അത് കഴിക്കില്ല. ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അകത്തെ കണ്ടന്റ് എന്താണ്? എന്താണ് ആ ഭക്ഷണം? അതെന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ആരുണ്ടാക്കി? എവിടെയുണ്ടാക്കി? എങ്ങനെയുണ്ടാക്കി? അതിനുപയോഗിച്ച പാത്രങ്ങളേവാ? അത് അരിയാൻ ഉപയോഗിച്ച കത്തികളേവാ? ഇതെല്ലാം നോക്കിയിട്ടാണ് ഇന്നലെ കഴിച്ചത്. ആരോഗ്യമേതാണ്? ഇന്നലെ ചെയ്തത് അന്ധവിശ്വാസമാണ്, അനാചാരമാണ്. ഇന്ന് ചെയ്യുന്നത് ശാസ്ത്രവുമാണ്. ഏതാണ് ആരോഗ്യം? മര്യാദയുള്ള ഭാഷയിൽ നിങ്ങളുടെ പഠിപ്പ് വെച്ചുകൊണ്ട് ഇന്നലെ ചെയ്തതാണോ ഇന്ന് ചെയ്യുന്നതാണോ ആരോഗ്യം? ഇന്നലെ ചെയ്തതാണെങ്കിൽ അന്ധവിശ്വാസം ആരോഗ്യവും നിങ്ങളുടെ ശാസ്ത്രം അനാരോഗ്യവുമാണ്. ഞാൻ മര്യാദകേട് പറഞ്ഞെങ്കിൽ എന്നെ വെറും കൈയോടെ വിടണ്ട, ക്ഷതമേൽപ്പിച്ച് നിങ്ങൾക്ക് വിടാം. മര്യാദയാണ് പറഞ്ഞതെങ്കിൽ പുനർചിന്തിക്കണം നിങ്ങൾ. മനസ്സിലാവുമോ എന്നറിയില്ല. ഇന്നലെ ഒരാളും കയറാത്തിടത്ത്. അതുകൊണ്ട് വളരെ ആലോചിക്കും. ആരോഗ്യശാസ്ത്രത്തെ അവലംബിച്ച് സാമൂഹിക ആരോഗ്യത്തെ മുൻനിർത്തി ഒട്ടനേകം പദ്ധതികളാണ് പ്രാചീനർ കണ്ടെത്തിയത്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു ഔഷധമാണ് അപാമാർഗയാണ്, കടലാടി. വേദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഔഷധം. ദശപുഷ്പങ്ങൾ ഒട്ടും പിന്നിലല്ല, അതിൽ സഹദേവി ഒട്ടും പിന്നിലല്ല. പൂവാങ്കുറുന്തില എന്നുള്ളതിനാണ് സഹദേവി എന്ന് പറയുന്നത്. ഉള്ള പേര് തന്നെ സഹദേവി എന്നാണ്. കൂടെ ഉണ്ടാകേണ്ട ദേവിയാണവർ. സഹദേവി കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. സീമന്തത്തിന് സഹദേവിയാണ് മുഖ്യം. പ്രജ ആണാവുന്നതിന് നസ്യം ചെയ്യുന്നത് സഹദേവിയാണ്. അറിയുമോന്നറിയില്ല. അപ്പോൾ സഹദേവി തന്നെയാണ് പൂവാങ്കുറുന്തില. ദശപുഷ്പത്തില് വളരെ പ്രധാനിയാണ്. മോക്ഷമീ അതിനേക്കാൾ പ്രധാനമുള്ളതാണ്. മുയൽച്ചെവിയൻ എന്നാണ് നിങ്ങൾ പറയുക. മോക്ഷമീ എന്ന് കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ വളരെ അത്ഭുതമുള്ള സസ്യങ്ങളാണ്. അപാമാർഗ ഒട്ടും പിന്നിലല്ല. അപാമാർഗയാണ് ഏറ്റവും മുന്നിൽ.
കടലാടി എന്ന് പറയും. അതിന്റെ അരിയും വേരും തണ്ടും ഇലയുമെല്ലാം അതിലെ ക്ഷാരം അത്യുത്തമമാണ്. അപാമാർഗയെ വിസ്തരിക്കുകയും അപാമാർഗയെ സ്തുതിക്കുകയും ചെയ്യുന്ന വേദവചനങ്ങൾ ഒട്ടു വളരെയാണ് അധർവത്തിൽ, പേജുകളാണ്. ഈ മഴക്കാലത്ത് വരാവുന്ന എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണ് കടലാടി, അപാമാർഗ. വെറുതെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി, അരച്ച് ഒരു നെല്ലിക്കയോളം കഴിച്ചാൽ മതി. ഏത് വൈറസും ഏത് അമീബയും ഏത് ബാക്ടീരിയയും അതിന് തുല്യമായി മറ്റൊന്നുള്ളത് ഒരു വേരനാണ്. സർവിക്സിലെ ക്യാൻസർ ഉൾപ്പെടെ പോകും. ഒരു വേരൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, തീട്ടപ്പെരുമരം പറയുന്നു. അതിന്റെ പേര് ചുമ്മാ പറഞ്ഞതല്ല, ആധുനിക ശാസ്ത്രവിദ്യ. ഇത് അമ്മമാർ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. പഴയ കാലത്ത് പ്രസവം കഴിഞ്ഞാൽ ഇതിന്റെ വേര് ചാണയിൽ അരച്ച് നെല്ലിക്കയോളം എടുത്ത് അരിയും ചേർത്തരച്ച് ശർക്കരയും തേങ്ങയും വെച്ച് അടയുണ്ടാക്കി കൊടുത്തു. ഒരമ്മയ്ക്ക് കഷ്ടിച്ചോർമ്മ വന്നുള്ളൂ. ശരിയാണോ? അവരൊറ്റ സാധനം മതി സർവിക്സ് മിയർ നോർമലാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ ഓടിക്കാൻ ഇത്രയും ശക്തമായ ഒരു ഔഷധം പറയില്ല. പ്രാചീനമായി പാരമ്പര്യമായി ഉപയോഗിച്ചു ഒന്നാണ്. ഞങ്ങളതിന്ന് ആൻഡേഴ്സൺ യൂണിവേഴ്സിറ്റിയുമായി കൊളാബറേഷനിൽ കൃഷ്ണസ്വാമി രാജ എന്ന ഗവേഷകന്റെയും ചൈനയിലെയും അമേരിക്കയിലെയും ചില ഗവേഷകന്മാരുടെയും സഹകരണത്തോടുകൂടി സർവിക്സ് മിയർ ഇറക്കുമതി ചെയ്ത് അതിൽ ഇൻ വൈവോ ഇൻ വിട്രോ സ്റ്റഡി പൂർണ്ണമായി നടത്തിയിട്ടുണ്ട്. ഹേല കോശങ്ങളിൽ അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനവും ഞങ്ങളോടൊപ്പമുണ്ട്. അതിലെല്ലാം ഉപരി അത് ക്യാൻസർ കോശങ്ങളെ എങ്ങനെ നശിപ്പിക്കുന്നു, നോർമൽ സെല്ലുകളെ എങ്ങനെ നശിപ്പിക്കാതിരിക്കുന്നുവെന്നും പഠനം ഞങ്ങളോടൊപ്പമുണ്ട്. ചുമ്മാ പറഞ്ഞതല്ല. വൈദിക ആയുർവേദത്തെയും വൈദിക സംസ്കൃതിയെയും ഈ നാടിനൊരിക്കൽ കൂടെ പരിചയപ്പെടുത്തിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ഞങ്ങളൊരു ശ്രമം നടത്തിയപ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമായി കണ്ട ഈ ഔഷധം അതിന്റെ പ്രൊവിഷണൽ പേറ്റന്റ് ഇന്ന് ഞങ്ങളുടെ പേരിലാണ്. പേറ്റന്റുള്ള ഒരു സാധനമാണ്. അമേരിക്കൻ CDC അനുസരിച്ച് ഇന്റർനാഷണൽ പേറ്റന്റിന്റെ പ്രൊവിഷണൽ പേറ്റന്റുള്ള ഒരു വസ്തുതയാണ് നിങ്ങളോട് തുറന്നു പറഞ്ഞത്. കച്ചവടത്തിനല്ല. കച്ചവടം ഇന്ത്യയുടെ പാരമ്പര്യത്തിലുള്ളതല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതിന്റെ പേറ്റന്റ് അവരെടുത്ത് കച്ചവടം ചെയ്യരുതെന്ന് ഉദ്ദേശിച്ചുവാണ്. ആ നിലയിൽ വളരെ ശ്രദ്ധേയമായൊരു ഔഷധമാണ് കടലാടി പോലെ. കടലാടിയെക്കുറിച്ചുള്ള വേദവചനങ്ങൾ വായിച്ചു നോക്കണം. രോമാഞ്ചമില്ലാതെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുമോ എന്ന്. ഇത്രയെല്ലാമുള്ള ഒരു സംസ്കൃതിയെ കൈവെടിഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന സ്വർണം വലിച്ചെറിഞ്ഞ് ചെളി സ്വീകരിക്കുവാൻ ഓടിയ തലമുറയുടെ ദുരന്തമാണ് നിങ്ങൾക്കും മക്കൾക്കുമുള്ളത്. ഒരു കാലത്ത് ഈ മണ്ണിന്റെ അറിവിന്റെ കാവൽ സൂക്ഷിക്കുക, ഈ മണ്ണിന്റെ അറിവിനെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ച് ഈ മണ്ണിന് സൗഭാഗ്യം തരേണ്ടവർ ആ അറിവിനെ കൈവെടിഞ്ഞിട്ട് എവിടെയൊക്കെയോ ഓടിയിരിക്കുന്നു. എന്തൊക്കെയോ നേടാൻ. ഒന്നും നേടാതെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ പൂർവികൾ നിങ്ങളെ ശപിക്കാതിരിക്കണമെങ്കിൽ, പാരമ്പര്യത്തിന്റെ ശാപാഗ്നി നിങ്ങളുടെ തലയിൽ ഇടിത്തിയായി വീഴാതിരിക്കണമെങ്കിൽ ഒരു പുനർചിന്തനത്തിന്റെ സമയമായിരിക്കും. അത് നിങ്ങളോട് പറയാൻ ഒരു പാണന്റെ പാട്ടുമായി എത്തുന്നത് പോലെ ഞാൻ നിങ്ങളുടെ അടുക്കലെത്തി എന്ന് കൂട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ തിരുവരഴിയങ്കത്ത് പാണനാർ ഒരിക്കൽ കൂടി സരസ്വതിയെ ഉപയോഗിച്ച് ആ മഹാനാരായണനെ ഉണർത്തുവാൻ ശ്രമിക്കുക തന്നെയാണ്. സമയമായെങ്കിൽ ഈ പാട്ടിൽ നിന്ന് നിങ്ങൾക്കും നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കും നഷ്ടപ്പെട്ട പ്രതാപത്തിന്റെ ആ ഇന്നലകളിൽ നിന്ന് നിങ്ങളുടെ ഭാഷയും വ്യാകരണവും പൂർവികമായ അറിവും ഒരിക്കൽ കൂടി ഈ മണ്ണിനെ സജീവമാക്കാൻ ഉപയോഗിക്കാം. അതിന് കഴിയുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്
ഓണാട്ടമ്മ, വരദായിനിയായ സാക്ഷാൽ ഭഗവതി, മധുകൈടഭവിദ്രാവിയായ സാക്ഷാൽ ജഗദംബിക, ശുംഭനിശുംഭ അഹങ്കാരത്തെ ശമിപ്പിച്ചവളായ സാക്ഷാൽ ജഗന്മാതാവ്, അഭയവരതയായ ആമ, അത് നിറവേറ്റി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാൻ, നിങ്ങളോട് ഇത്രയും നേരം ഇരുന്ന് സംസാരിക്കാൻ, അറുപഴഞ്ചനായ ഭാഷയിൽ അറുപഴഞ്ചനാശയങ്ങൾ അങ്ങേയറ്റം അന്ധവിശ്വാസത്തിൽ മുക്കി സപ്തസാഗരങ്ങളെ ഉഴുതുമറിക്കുകയും ഗോളാന്തര ജൈത്രയാത്ര നടത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നവനെ കണ്ടാൽ വെടിവെച്ചു കൊല്ലേണ്ട കാലഘട്ടത്തിൽ, അതും ഭിക്ഷാടനം നടത്തുന്ന ഒരു ഭിക്ഷു ഇന്ത്യൻ സുപ്രീം കോടതിയിൽ, ഇപ്പോൾ കേരളത്തിന്റെ ഹൈക്കോടതിയും ആസ്പദമാക്കി ചിന്തിച്ചാൽ, തെണ്ടുന്നവന് ഭിക്ഷ കൊടുക്കുന്നതും ഒരുപോലെ ശിക്ഷാർഹമായിരിക്കുന്ന കാലഘട്ടത്തിൽ നാളെ നിങ്ങളുടെ മക്കളുടെ മക്കൾക്കും ഉപനയനത്തിന് അധികാരമില്ല. കാരണം ഭിക്ഷ എടുക്കാനാവില്ല. ഒട്ടേറെ ബ്രാഹ്മണരിരിക്കുന്ന ഹൈക്കോടതിയിൽ, ഒട്ടേറെ ബ്രാഹ്മണർ വിശിഷ്യ ജഡ്ജിമാരായിരിക്കുന്ന സുപ്രീം കോടതിയിൽ ഈ നിയമം എടുക്കുമ്പോൾ സ്വന്തം സ്വത്വം പോലും തിരിച്ചറിയാത്ത ഒരു ഇന്ത്യയിൽ, റൈറ്റ്? ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല. എന്റെ കുഞ്ഞിന് നാളെ ഉപനയനം നടത്തുമ്പോൾ അച്ഛൻ അവനെ ഭിക്ഷയ്ക്ക് അയക്കുമ്പോൾ അച്ഛൻ ശിക്ഷാർഹനാണ്, അവൻ ശിക്ഷാർഹനാണ്. ഈ രാജ്യത്ത് അതിന്റെ ആദിമ സംസ്കൃതിയുടെ വേരുകൾ, ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ അതിമധുരവും മനോമോഹനവുമായ രംഗവേദി കൈലാസത്തിൽ സമാധിസ്ഥനായിരിക്കുന്ന സദാശിവനാണ്. അയാൾ തെണ്ടിയാണ്. അസമ്മോഹനമായ ചിത്രത്തെ പോലും ഒരു വിധി കൊണ്ട് നിഷേധിക്കുമ്പോൾ രാജാവ് വനത്തിലെത്തി ഈ നാടിന്റെ അഭയവും വരവും നൽകുന്ന ഉന്നതമായ അറിവിന്റെ ലോകങ്ങളെ ആ കാൽപാദങ്ങളിൽ കണ്ട് നമസ്കരിച്ച്, രാജാവ് ഭിക്ഷുവിന്റെ കാൽപാദങ്ങളിൽ നമസ്കരിക്കുന്ന ഒരു സംസ്കൃതിയെ തിരിച്ചറിയാതെ, ഭിക്ഷു സംസ്കൃതിയുടെ എല്ലാ വരദാനങ്ങളെയും നിയമനിർമ്മാണം കൊണ്ട് മാറ്റിമറിക്കുമ്പോൾ പോലും ഭാരതാംബയുടെ സംസ്കൃതിയിൽ അഭിമാനം കൊള്ളുന്ന സംഘടനകളും സംഘങ്ങളും പ്രസ്ഥാനങ്ങളും വരെ ഒരു വാക്കുപോലും ഉരുവിടാതിരിക്കുന്ന കാലഘട്ടത്തിൽ എന്ത് ശിക്ഷ വന്നാലും തെണ്ടി നടക്കുന്ന ഞാൻ ആ തെണ്ടലിന്റെ ഭാഗമായി നിങ്ങളുടെ അടുക്കലെത്തുകയും ഒരു തെണ്ടിയുടെ ഭാഷയിൽ നിങ്ങളോട് ഇത്രയും പറഞ്ഞിരിക്കുകയുമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാം, പഠിക്കാം, തീരുമാനവും എടുക്കാം. എന്റെ വാക്കുകളിൽ, വൈഖരികളിൽ വന്നിട്ടുള്ള എല്ലാ വിശ്ലതഭാവങ്ങളും, എല്ലാ വ്യാകരണ പിശകുകളും, എല്ലാ തെറ്റുകളും, എല്ലാ ദോഷങ്ങളും എന്റേത് മാത്രം. പറഞ്ഞതിലെ നല്ലത് മുഴുവൻ എന്റെ പൂർവികരുടെ അറിവിന്റെയും അവരുടെ ലാളിത്യത്തിന്റെയും മനോഹരങ്ങളായ ഇതിഹാസങ്ങൾ മാത്രം. അവയ്ക്കുള്ള നിങ്ങളുടെ നമസ്കാരങ്ങൾ അവരുടെ പാദങ്ങളിലായിരിക്കട്ടെ, തെറ്റുകൾക്കുള്ള നിങ്ങളുടെ ശിക്ഷകൾ എന്റെ ശിരസിലുമായിരിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം.